എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് ധ്യാനിക്കാം. എല്ലാവരും പുസ്തകങ്ങളെ തുറക്കുക. എസ്തേറിൻ്റെ പുസ്തകം അഹശ്വേരോശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ മുതൽ കൂശ് വരെ എത്യോപ്യ വരെയുള്ള 127 പ്രൊവിൻസസ് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ കാണുക. ശൂഷൻ രാജധാനിയാണ് രംഗപശ്ചാത്തലം. അങ്ങനെ ഒരു രാജധാനി നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. നെഹമ്യാവ് പറയുന്നുണ്ട്, ശൂഷൻ രാജധാനി ഇരുന്നപ്പോൾ ഹനാനിയും ചെല്ലും എന്നെ തപ്പി വരികയും ഞാൻ അവരോട് യെരൂശലേമിനെക്കുറിച്ച് ചോദിക്കുകയും അവർ എന്നോട് ആ രാജ്യത്ത് ആ ജനം മഹാകഷ്ടത്തിൽ അപമാനത്തിലായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തുവെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. എൻ്റെ തൊട്ട് തലേ പുസ്തകത്തിലാണ് കാണുക. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രവാസ കാലം. ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോവുകയും അവിടുന്ന് കോരശിൻ്റെ നേതൃത്വത്തിൽ ഒരു വിളംബരം ഉണ്ടാകുകയും ആലയം പണിയാൻ വേണ്ടി ജനം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോൾ ആലയം പണിയാനായിട്ട് പ്രവാസത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് അവർ പോയതായിട്ട് നാം കാണുന്നുണ്ട്. അവർ പോയത് ആദ്യം സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലും പിന്നെ എസ്രായുടെ നേതൃത്വത്തിലും പിന്നെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലുമാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ 42,000-ലധികം ജനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ എസ്രായുടെ പുസ്തകം 8-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നെഹമ്യാവിൻ്റെ ഒരു യാത്ര നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് പ്രവാസത്തിൽ നിന്ന് പോകാത്ത ജനമുണ്ട്. എന്തായിരുന്നു പ്രവാസം എന്ന് ചോദിച്ചാൽ, ഇസ്രായേലെ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഒരു കോപം ഉടമ വരികയും വിജാതീയരായ രാജാക്കന്മാരവരെ ഭരിക്കുകയും അവിടെ ആലയം തകർക്കപ്പെടുകയും അങ്ങനെ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ ഒരു രംഗപശ്ചാത്തലത്തിലാണ് അവർ പാടുന്നത്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ അലരു വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടു എന്നൊക്കെയുള്ള ഭാഗം നമ്മളവിടെയാണ് കാണുക. എന്നാൽ അങ്ങനെ ഇത് ദൈവത്തിൻ്റെ ഒരു മുന്നറിയിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യെരമ്യാ പ്രവചനം 25-ാമത് അധ്യായത്തിൽ യെരമ്യാ പ്രവചനം 25 പ്രവാചകന് 25-29 നമ്മളത് കാണുന്നുണ്ട്. 25-11 കാണുന്നു, ഈ ദേശമൊക്കെയും ശൂന്യ സ്തംഭനഹിതമാകും, ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ സന്ദർശിക്കുകയും അവരവരെ വിട്ടയക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ യെരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 10-11 ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്നും ആ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് നമ്മൾ 29-ാമത് അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 44-ാമത് അധ്യായത്തിൻ്റെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം കോരശ് 44-28 കോരശൻ്റെ ഇടയൻ അവനെൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം വിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗ്യം, അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവചനമാണ്. അപ്പോൾ ആ പ്രവചന നിവൃത്തീകരണം എന്ന വണ്ണം 70 സംവത്സരം കഴിഞ്ഞപ്പോൾ കോരശ് വരികയും കോരശ് ദ പെർഷ്യൻ കിങ് സൈറസ് അദ്ദേഹം വെൻ ഹി എൻത്രോൺ ഈ ഡിക്ലെയർഡ് ഒരു വലിയൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, പോകണം, ആലയം പണിയണം. അങ്ങനെ ആലയം പണിയാൻ വേണ്ടി അവർ വന്നു എന്ന് കാണുകയാണ്. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോൾ കുറേ പ്രവാസികൾ അവിടെ തന്നെ തുടരുന്നതായിട്ടും കാണുന്നുണ്ട്. അതും ഒരു സംഭവമാണ്. ഈ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു രാജ്യത്ത് പോകുന്നു, അവിടെ സെറ്റിലാകുന്നു, സെറ്റിലായിട്ട് പിന്നെ തിരിച്ചു വരിക. നമുക്കറിയാം, നമ്മുടെ ഒത്തിരി ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്, US യിലുണ്ട്, അവിടെ സെറ്റിലായവരൊക്കെ ഇനിയും തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ഉട്ടോപ്യൻ ആശയം പോലാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അത് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതുപോലെ ഈ ജനം തിരിച്ചു വരുമോ, വരാതിരുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ ജനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുക. പക്ഷേ നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നത്
ഈ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടാൻ വേണ്ടിയാണ്. ദൈവിക ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് വെറും ചരിത്ര പഠനത്തിന് വേണ്ടിയല്ല. ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെയും തിരുത്താൻ ശക്തനായൊരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തെയും തിരുത്താൻ ശക്തനായ ദൈവമാണ്. അപ്പോൾ ഇത് അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ കാലമാണ്. ഈ കാലഘട്ടത്തിൽ രാജാവ് വലിയൊരു, അത് 127 പ്രൊവിൻസസാണ്, ചെറിയൊരു രാജ്യമല്ല, ഒരു സാമ്രാജ്യ ശക്തിയാണ്. ഈ സാമ്രാജ്യത്വ ശക്തി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലായിടത്തും ഉള്ളവരെ വിളിച്ചുകൂട്ടി, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ, അവിടെ പ്രൊവിൻസസിലുള്ളവരെ, പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്നെന്നൊക്കെ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള രംഗസംവിധാനങ്ങളും ആർഭാടങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ഉള്ള അതിൻ്റെ കർട്ടൻസ്, അതിൻ്റെ അടയാഭരണങ്ങൾ, അതിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തതാണ്. അതാണ് അവിടെ പറയുക, ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസമാണ്. ഇതിപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. ഇന്നിപ്പോൾ 18ാമത്തെ ദിവസം. അപ്പോൾ തന്നെ നമ്മളൊരു പരുവാണ്. അപ്പോൾ ഈ 180 ദിവസത്തെ വിരുന്നെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വിരുന്നാണ്. 180 ഡേയ്സ്. ഏതായാലും അങ്ങനെ കിട്ടിയായിരുന്നേ ഒരു കോൺഫറൻസ് നടത്തായിരുന്നു. കാരണം നല്ല സംഘാടകനാണ്. 180 ദിവസത്തെ അടുപ്പിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത്രയും പേരെ വിളിച്ചു കൂട്ടി. അങ്ങനെ ഏറിയ നാൾ 180 ദിവസത്തോളം തൻ്റെ പ്രതാപം കാണിച്ച വലിയ വിരുന്ന് നടത്തി. അത് കഴിഞ്ഞപ്പോൾ 7 ദിവസത്തെ ഒരു പ്രത്യേക വിരുന്ന് അവിടെ കാണുന്നുണ്ട്. അത് രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസം വലിയ വിരുന്ന് നടക്കുകയാണ്. ഇത്ര ദിവസമാണ് ഇത്. 180 ശേഷം 7 ദിവസത്തെ വലിയ വിരുന്ന് നടക്കുകയാണ്. അത് ഉദ്യാനത്തിൽ വെച്ചാണ്. ഈ പേർഷ്യൻ ഒരു വാക്കിനുമായിട്ട് ബന്ധമുണ്ട്, ഈ പർദീസായിക്ക്. അപ്പോൾ ഈ പേർഷ്യൻ സുൽത്താന്മാരോടൊപ്പം അവരുടെ ഉദ്യാനത്തിൽ സന്ധികളെ ഉലാത്തുക എന്നൊക്കെ പറയുന്ന അന്നത്തെ ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം ചെറിയൊരു സ്വപ്നമല്ല. ഇവിടെ തൻ്റെ ഉദ്യാനത്തിൽ വെച്ച് വിരുന്ന് നടത്തുന്നു. ആ വിരുന്നിൽ ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല്, പിന്നെ പൊൻകസവ്, വെള്ളിക്കസവ് കൊണ്ടുള്ള മെത്തകൾ, പിന്നെ പൊൻപാത്രങ്ങളിലാണ് കുടിക്കാൻ കൊടുക്കുക. പൊൻപാത്രങ്ങളിലായിരുന്നു നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് തരുന്നത്. പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്ന എന്തിലാണ്? പൊൻപാത്രത്തിലാണ്. അല്ലേ? കണ്ടായിരുന്നു പറഞ്ഞാൽ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ചിലൊക്കെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അവിടുത്തെ പാത്രം ഗ്ലാസ്സും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഏതാണ്ടൊരു ഹോട്ടലിൽ മലയാളികൾക്ക് എടുക്കുമ്പം കൊടുക്കത്തില്ലെന്നൊക്കെ കേട്ട് ചിലയിടത്ത്. എന്നാ കാര്യം ചോദിച്ചാൽ ടർക്കി വരെ കൊണ്ടുപോക്കളെ. പക്ഷേ ഇത് പൊൻപാത്രമാണ്. പൊൻപാത്രമൊക്കെ വെച്ചിരിക്കുകയാണ്. പൊൻപാത്രങ്ങളായി അവർക്ക് കുടിപ്പാൻ കൊടുത്തു. രാജവീഞ്ഞ് രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊൻപാത്രങ്ങൾ ഭയങ്കര വിരുന്നൊക്കെ കൊടുക്കുകയാണ്. ഭയങ്കര കുടിയാണ്, വലിയ വിരുന്നാണ്. രാജാക്കന്മാരുടെ ഈ വിരുന്നൊക്കെ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വിരുന്നാണ്. വലിയ ഈ സമരമൊക്കെ നടക്കുമ്പോൾ ഒത്തുതീർപ്പിന് അവിടെ നടത്തും. അപ്പോൾ ഈ ഒത്തുതീർപ്പിന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ, അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ഇവന്മാർ പറയാനുള്ളതെല്ലാം അവിടെ ചിലപ്പോൾ മറന്നുപോകും. കാരണം അത്ര വിരുന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കർഷക മാർച്ച് നടന്നപ്പോൾ അവിടുന്ന് പോയ കർഷകർ പ്രധാനമന്ത്രിയുടെ വിരുന്ന് കഴിച്ചില്ല, ചപ്പാത്തിയാണ് കഴിച്ചേ. അത് അവരുടെ ഒരു ആദർശശുദ്ധിയുടെ ഭാഗമായിരുന്നു. കാരണം വിരുന്ന് സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. വിരുന്ന് കഴിച്ചാൽ പറയാനുള്ളത് മറന്നുപോകും. അതുകൊണ്ട് അവിടെ അത്ര വലിയ വിരുന്നല്ലേ. ഇവിടെ അവർ പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഒരു വിരുന്നൊക്കെ കഴിച്ചു. വിരുന്ന് കഴിച്ചപ്പോഴാണ് വിരുന്നിന് വീഞ്ഞുണ്ടായിരുന്നു. എല്ലാവരും കുടിച്ചോളാൻ പറഞ്ഞു. പ്രത്യേകം പറഞ്ഞിട്ടുള്ള നിർബന്ധിക്കരുത്, പക്ഷേ ആവോളം എന്ത് ചെയ്യാം, കുടിക്കാം. വലിയ കൂടിയ മുന്തിയതരം വീഞ്ഞൊക്കെയാണ്. അത് കുടിക്കാനായിട്ടുള്ള അവസരം കൊടുത്തു. അങ്ങനെ രാജാവും കുടിക്കാനിരുന്നു. സത്യത്തിൽ ഈ രാജാക്കന്മാരെന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരൊരിക്കലും എന്ത് ചെയ്യരുത്. എന്തുകൊണ്ട് കുടിക്കരുത്? പ്രധാനപ്പെട്ട ഒരു കാര്യം, അയൽ രാജ്യം ആക്രമിക്കുമ്പം ഇവരുടെ AK-47 ഉണ്ട്, അതിനകത്ത് വെടിയുണ്ടയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫയറെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? ഈ ഫയറെന്ന് പറയേണ്ട ആൾ അടിച്ച് കോണായി പോയാൽ എന്തോ ചെയ്യും? അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ടത് ചേട്ടാ തീരുമാനമെടുക്കണ്ടേ? അതുകൊണ്ടാണ് ഒരു വീട്ടിലെ അച്ചായൻ എന്ത് ചെയ്യരുത്, കുടിക്കരുത്. അച്ചായൻ വേണം തീരുമാനിക്കണം. അച്ചായൻ വാക്ക് പറയാൻ കഴിയാതെ വന്നാൽ എന്തോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട വ്യക്തികളോ ആത്മീയ നേതാക്കളോ ഒന്നും കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ബോധം പോകാം, അവരുടെ ന്യായം അറിയാം, തീരുമാനങ്ങൾ തെറ്റായി പോകാം. പക്ഷേ ഈ രാജാവ് മദ്യപിക്കായിരുന്നു. ഈ മദ്യപിക്കാതിരുന്നപ്പം ഒറ്റയ്ക്ക് കുടിക്കാനൊരു സുഖമില്ലല്ലോ. കുറേ പേരുണ്ട്. അവരുടെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരുടെ പേര്?
മെഹുമാൻ, ബിസ്ത, ഹർബോന, 10-ാം വാക്യം, ബിഗ്ദ, അബഗ്ദ, സേത്തർ, കർക്കസ്. ആർക്കും ഇല്ലാത്ത പേര് പിള്ളേർക്കിടണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഇടുക. എന്തെല്ലാം പേരുകളാണ്. ബിഗദ, കർക്കസ്. ടീച്ചറൊക്കെ പറയാൻ ഹൗ ഡു യു പ്രൊനൗൺസ് എന്നൊക്കെ നമ്മളോട് ചോദിക്കത്തില്ലേ സ്പെല്ലിംഗ് ഒക്കെ കാണുമ്പോൾ. അപ്പം ഇന്ന് ഈ ഒരു ട്രെൻഡാണ് ആർക്കും ഇല്ലാത്ത എന്തോ ഇടുക, പേരിടുക. മൂത്ത കൊച്ചവർക്കൊരാണായിരുന്നു, ഇട്ടു അനീഷ് എന്നിട്ടു. രണ്ടാമതൊരു പെണ്ണിനെ ആഗ്രഹിച്ചു, ഇട്ട് സുനീഷ് എന്നിട്ടു. വീണ്ടും ഒരു പെണ്ണിനെ വേണ്ടി ആഗ്രഹിച്ചു, കിട്ടിയത് ആണ, ഇട്ടു ഫിനിഷ് എന്ന്. അനീഷ്, സുനീഷ്, ഫിനിഷ്. അങ്ങനെയാണോ പേരിടണ്ടേ? അല്ല. അപ്പോൾ ഏതായാലും പേരിടാൻ താല്പര്യമുള്ളവർക്ക് കുറേ പേരുകൾ ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ രാജാവ് വെള്ളമടിച്ചിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി. വെള്ളമടിച്ചിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത എന്തോ വരും? ചിന്ത കയറിയപ്പോഴാണ് പുള്ളിക്ക് ഓർക്കുന്നത്, രാജ്ഞി വസ്തിയെ കൊണ്ടൊന്ന് കാണിക്കണം. ആരെ? നാട്ടുകാരെ കാണിക്കണം. എന്തുകൊണ്ട് കാണിക്കണം? സൗന്ദര്യമുള്ളതുകൊണ്ട് കാണിക്കണം. അതാണ് കാര്യം. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു കൾച്ചറിനകത്ത് ഈ പ്രദർശനം പാടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും പ്രദർശനങ്ങൾ പാടില്ല. നമ്മളേക്ക് ഉള്ളതൊന്നും ഈ ഉള്ളതാണ് മനുഷ്യൻ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെപ്പോലെ ഇച്ചിരി വയറുള്ള ഒരു ഉപദേശിയും ചെയ്ത് നിൽക്കത്തില്ല. അങ്ങനെയുള്ള ഞങ്ങൾ ഈ വയറുള്ളവരും ലൂസ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കത്തുള്ളൂ. എന്നാ കാര്യം ചോദിച്ചാൽ ഞങ്ങളുടെ വയറ് കാണരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർ ബെൽറ്റൊക്കെ ഇട്ട് ചെയ്ത്. അതേസമയം 6 പാക്കൊക്കെ ഉള്ളവരാണ് ചെയ്ത് ടൈറ്റ് സ്ലിം ഫിറ്റൊക്കെ ഇടും. കാരണം ഉള്ളതെല്ലാവരും എന്തു ചെയ്യും? കാണിക്കും. ഉള്ളതേ കാണിക്കാനുള്ള പ്രവണതയുണ്ട്. ചില ധനം കാണിക്കും. ഈ പണമെന്നൊക്കെ പറഞ്ഞാൽ ആ പണത്തിൻ്റെ പ്രതാപമൊക്കെ കാണിക്കുന്നവരില്ലേ, ഭയങ്കരമായിട്ട് പണത്തിൻ്റെ പ്രതാപം കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പണവും ഭയങ്കരമായിട്ട് അതും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ ഈ കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായ പ്രതാപങ്ങൾ കാണിക്കാൻ നല്ലത്. ഒരു വീടൊക്കെ പണിയാണെങ്കിലും എനിക്കറിയാവുന്ന ഒരു എൻജിനീയർ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ബന്ധമുള്ള ഒരു എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു കാശുള്ള അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിയാണ് സംസാരിക്കുക. ചേച്ചി എൻജിനീയറുടെ അച്ഛനുണ്ടെങ്കിലും ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ ഡിമാൻഡ് ഇതാണ്, ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ പാടില്ല, നിലവിലും പാടില്ല, ഇനി ഒരു ഇത്ര വർഷത്തേക്കിനും വരാനും പാടില്ല. അതായിരിക്കണം നമ്മുടെ ഡിമാൻഡ്. പുള്ളിക്കാരൻ പതുക്കെ വിഡ്രോ ചെയ്തു. കാരണം അത് കേട്ടപ്പോഴേ ആ മനുഷ്യൻ ഒരു ക്രൈസ്തവ മൂല്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു പണി കൈ കൊടുത്താൽ ഞാൻ തട്ടിപ്പോകുമെന്ന് എനിക്ക് പേടി തോന്നി. കാരണം അവരുടെ ലക്ഷ്യം വീടല്ല, ആർക്കും ഇല്ലാത്ത എന്തോ വേണം, ഒരു വീട് വേണം. ഏതായാലും വേറൊരാളെ അത് ഏൽപ്പിച്ചു. ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചേച്ചി മരിച്ചുപോയി. അവിടെ ഭൗതിക ശരീരം അവിടെ വെച്ചു. കാരണം ഈ ആർക്കും എല്ലാവരെയും പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ധനമൊന്നും പ്രദർശിപ്പിക്കരുത്. ധനമൊക്കെ ഉണ്ടെങ്കിൽ അത് അനേകരെ സഹായിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുക, സേവ് ചെയ്യണം കൊണ്ട് മറ്റൊരാളുടെ കണ്ണീരൊപ്പം കഴിയുന്നതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സേവിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് സേവിങ്. അപ്പോൾ ഈ സേവിങ്ങിലൊക്കെ ഇത് പ്രദർശനമാണ്. ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോൾ അന്നത് ഒത്തിരി വർഷം മുമ്പാണ്. എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ പോയതാണ്. വളരെ ചെറുപ്പത്തിലാണ്, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നൊരു പ്രായം. അപ്പോൾ അമ്മയും കൊണ്ട് അവിടെ പോയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നു. എൻ്റെ അമ്മ ആ വീടാണ്, അവരുടെ വീട്ടിലവിടെ. അദ്ദേഹം ബിസിനസ് കഴിഞ്ഞ് വരുമോ, ഇമ്മൻസിൽ റിച്ചാണ്. പൈസ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മോ, അദ്ദേഹം ഈ ഒരു വലിയ സഞ്ചിക്കകത്താണ് പൈസയും കൊണ്ട് വന്നത്, കെട്ടുകണക്കിന് പൈസ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം അത്രയും പൈസ ഒന്നിച്ച് കാണുന്ന അന്ന് ആദ്യമായിട്ടാണ്. അദ്ദേഹം വന്നിട്ട് ഈ പൈസ മുഴുവൻ വാരിയെടുത്ത് വീടിൻ്റെ ഈ ഷെയ്ഡുണ്ടല്ലോ, വീടിൻ്റെ ഷെയ്ഡിലോട്ട് വാരി എറിയുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എറിയുന്നത്? ഇവിടെ കള്ളം വന്ന അലമാരി തുറക്കാൻ പറയും. അവിടെ ഞാൻ കുറേ കയറിയ നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു കള്ളനും ഈ വീടിൻ്റെ ഷെയ്ഡേ കയറി തപ്പും. അവിടെ മനോരമ, പഴയ ചെരുപ്പ്, പാത്രം, ഇതെല്ലാം ഇവിടെ കിടക്കുന്നേ, ഷെയ്ഡല്ല. അവിടെ കയറി ആരെങ്കിലും തപ്പുമോ? ഇല്ല. അതുകൊണ്ട് കള്ളം തപ്പാതിരിക്കാനാണ് അങ്ങോട്ട് എറിഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ പുള്ളിയുടെ കൈ കുപ്പിയുണ്ട്. പുള്ളി വരുന്ന വഴി അതിനാവശ്യമായി കഴിക്കാനുള്ളതൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ പോകുന്നുമില്ല, പുള്ളിക്ക് കുടിക്കാനും പോയി. പുള്ളി അങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് ആ വിഡ്രോവലിൻ്റെ ഒക്കെ ഒരു സിംറ്റമൊക്കെയാണ്. പുള്ളി ഒരു കസാര എടുത്ത് അങ്ങ് തല്ലി ഓടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്തിനാണ് നീ എന്നെ അടിച്ചാണോ? എൻ്റെ പൊന്നാൻറ്റി സത്യമായിട്ട് നിങ്ങൾക്കങ്ങ് പോവാം, എനിക്ക് കുടിക്കണം, നീ കുടിക്കാതിരിക്കാനൊക്കെ തരില്ല. അപ്പോൾ ഇവർക്ക് കുടിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ കാശ് വാരി എറിയപ്പ, എന്തോ ഒരു ഷോ ഓഫായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ്, വർഷങ്ങൾ ഇടവേള എന്നൊക്കെ പറയുന്നത് നല്ല ദീർഘവർഷം. ഞാനെങ്ങാണ്ട് പോയിട്ട് വരുമ്പോൾ ഇദ്ദേഹം ടൗണിൽ നിൽപ്പുണ്ട്. അദ്ദേഹം നിൽക്കുന്ന കണ്ടുകൊണ്ട് രാത്രി ലേറ്റ് നൈറ്റിലാണ് ഞാൻ എൻ്റെ ബൈക്കേ വരിക. ഞാൻ പതുക്കെ ചവിട്ടി, അച്ഛാ എന്തുകൊണ്ടച്ചാ, പഴയ വലിയ പുലിയല്ലേ, അച്ഛാ എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയുടെ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ ഇടയ്ക്ക് ബിസിനസ് എല്ലാം പൊട്ടി, വീടൊക്കെ ജപ്തിയായെന്നൊക്കെ ഉള്ളൊരു വാർത്ത കേട്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പം പുള്ളി എന്നോട് ചോദിച്ചു,
പറയുകയാണ്, മോനെ വാട്ട് യു തിങ്ക് അബൌട്ട് മീ മാൻ, ഐ നോ ഹൗ ടു ഹാൻഡിൽ എവറി സിറ്റുവേഷൻസ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ, ഐ ജസ്റ്റ് നീഡ് എ ഫോൺ ആൻഡ് വിത്ത് ദിസ് ഫോൺ ഐ ഡു ദ ബിസിനസ്. ഇത്ര ടണ്ണാണ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്, അത് ഇത്ര കോടി രൂപയുടെയാണ്. അതിൻ്റെ ദാറ്റ് കമ്മീഷൻ ഇറ്റ് സെൽഫ് കംസ് അറൗണ്ട് 20 to 30 lakhs of rupees and that money will be credited into my account within 2-3 weeks and things will be solved. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ്. ഇത്ര കോടി രൂപ അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നോട് പെതുക്കെ ചോദിച്ചു, ഒരു 50 രൂപ തരാം 2 ദോശ കഴിക്കണം. എനിക്ക് സത്യത്തിൽ ഞാൻ കരച്ചാൻ വന്നു. എന്നാൽ പിന്നെ എന്നോട് ഈ കോടിയുടെ കണക്ക് പറയാതിരിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഒരു 50 രൂപ തരാം 2 ദോശ കഴിക്കണം. അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചേ, ധനം പ്രദർശിപ്പിക്കരുത്. കാരണം ഈ ധനം പ്രദർശിപ്പിച്ചാൽ ആടിച്ച് കെട്ടിപ്പോവും. എന്ത് ചെയ്യും ധനവാൻ? എവിടെയാണ് ധനവാൻ? ധനവാന്മാരൊക്കെ എന്ത് ചെയ്യും? സൗന്ദര്യം പ്രദർശിപ്പിച്ചവരൊക്കെ എന്ത് ചെയ്യും? ആരോഗ്യം പ്രദർശിപ്പിച്ചവരെന്ത് ചെയ്യും? അല്ലേ? ആരോഗ്യം സത്യത്തിൽ പ്രദർശിപ്പിക്കാനൊക്കെ എന്നുള്ള ഇന്നത്തെ പിള്ളേരുടെയൊക്കെ ട്രെൻഡാണ്. അവർ നല്ല ഇവർക്ക് ഈ കൈയൊക്കെ നല്ല കൈയാണ്. പിള്ളേരെല്ലാം ഡമ്പിലൊക്കെ എടുത്ത് ജിമ്മിലൊക്കെ പോയി ഡയറ്റൊക്കെ ചെയ്ത് പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ച് നമുക്കും ഉണ്ടാകും പിള്ളേർ ക്രീറ്റനൊക്കെ കഴിച്ച് ഇങ്ങനെയല്ല നടക്കുക. അവർ നടക്കുമ്പോൾ പോലും ഒരു പ്രത്യേക സ്റ്റൈലാണ്. ടീഷർട്ടൊക്കെ ടൈറ്റൊക്കെ ഇട്ട് മസിലൊക്കെ കാണിക്കരുത് മക്കളെ, കണ്ണ് കിട്ടുമെന്ന് പണ്ടത്തെ ഉള്ളവർക്ക് പറയാം. നമ്മൾ കണ്ണ് കിട്ടുമെന്നും പറയത്തില്ലേലും ഒരു കാരണവശാലും നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പ്രദർശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചിന്ത, എന്തോ പ്രദർശിപ്പിക്കണം, സൗന്ദര്യം സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതാണോ? അല്ല. ഇന്ന് ഈ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു ട്രെൻഡുമുണ്ട്. നമ്മൾക്കിപ്പം ഒരു സെക്കുലർ ലോകത്ത് ഒരു ബിസിനസ് തുടങ്ങിയാലും ഉപദേശിയെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുമോ? ഇല്ല. വിശ്വാസിയാണെങ്കിൽ പോലും പുള്ളി വിളിക്കുന്ന ചിലരെയൊക്കെ വിളിക്കത്തുള്ളൂ. വിളിക്കുന്ന ആരെ ആയിരിക്കും? 4 ആൾ കൂടുന്നവരെയാണ്. 4 ആൾ കൂടുന്ന ആരാ? സൗന്ദര്യമുള്ളവർ വന്നാലേ ആൾ കൂടത്തുള്ളൂ. അവരാ വരുന്ന വരവ് കാണാനാണ് ഈ ആൾക്കാർ പോയി നിൽക്കുക, അല്ലേ? എന്തോ ഒരാളെ പോയി നിൽക്കുക. 90 കഴിഞ്ഞ കിളവന്മാരൊക്കെ പോയി നിൽക്കുന്ന നിൽപ്പാണ്. തെളിനിടയ്ക്ക് താഴെ വീഴത്തില്ലേ, എല്ലാം പോയി നിൽക്കുക. ഇത് എന്തോ കാണാൻ പോയി നിൽക്കുക. എനിക്ക് തന്നെ അറിയത്തില്ല. രസകരമായൊരു കാര്യം കേട്ടു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു നടന്നപ്പോൾ ഉപദേശിമാർ വരെ പോയിട്ടുണ്ടായിരുന്നു. ഉപദേശി ഇപ്പുറത്ത് ഇന്നപ്പോൾ സെക്രട്ടറി ഇപ്പുറത്ത് നിൽക്കുന്നു. പിന്നെ അവർ തമ്മിലായതുകൊണ്ട് ആരോടും 2 പേരോടും പറയണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്തിനാണ് ഈ തെള്ളി പോന്നേ? എന്തിന് തള്ളിപ്പോന്നേ? എന്തോ കാണാൻ പോവപ്പാ? സൗന്ദര്യം പ്രദർശിപ്പിക്കില്ല. സൗന്ദര്യമൊന്നും എന്ത് ചെയ്യാനുള്ളതല്ല. ആരോഗ്യവും സൗന്ദര്യവും ധനവും ഒന്നും പ്രദർശിപ്പിക്കില്ല. എപ്പോഴും ഈ ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ശൈലിയുണ്ട്. ക്രിസ്തുവിൽ മറഞ്ഞ ഒരു ജീവിതശൈലിയാണ് നമുക്ക് അനുഗ്രഹമായിട്ടുള്ളത്. ഒന്നും കാണിക്കരുത്, ഒന്നും പ്രദർശിപ്പിക്കാതിരിക്കുക. ഹല്ലേലൂയ. പ്രദർശനത്തിന് വേണ്ടി ഒന്നും ചെയ്യുകയും ചെയ്യരുത്. അതാണൊരു ക്രൈസ്ത. ഈ ബൈബിള് നൽകുന്ന ഒരു കൗണ്ടർ കൾച്ചറുണ്ട്. ബൈബിൾ ഗിവ്സ് us എ കൗണ്ടർ കൾച്ചർ. ഇനി അവരെ കൾച്ചർ ദർ ഈസ് എ ബിബ്ലിക്കൽ കൾച്ചർ ആൻഡ് ദാറ്റ് കൾച്ചർ ഈസ് എ കൗണ്ടർ കൾച്ചർ. പ്രതിസംസ്കാരമാണ് ബൈബിൾ നൽകുന്നത്. ബൈബിൾ നമുക്കൊരു പ്രതിസംസ്കാരം നൽകും. അപ്പോൾ ഇന്ന് ഈ അതിനുള്ള ഒരു താല്പര്യമുള്ളിടത്തൊക്കെയാണ് നമ്മൾ ഈ വസ്തിയൊക്കെ ചിന്തിക്കേണ്ടത്. വസ്തി ഞാൻ കൊച്ചിലെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. വസ്തി അഹങ്കാരിയാണെന്നും ഭർത്താവിനെ നിരസിച്ചവളെന്നും. അല്ല, അവൾ ആദർശശുദ്ധിയുള്ളൊരു പെണ്ണാണ്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞു, ഞാൻ എന്തിനില്ല, കെട്ടി എഴുന്നള്ളി പ്രദർശിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. ഒരു പക്ഷേ അവൾക്ക് കുറച്ച് ഉൾബലമുള്ള ഒരു നല്ല സ്ത്രീയാണ്, ഒരു നിലപാടുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീ ഒരിക്കലും അങ്ങനെ വരാഞ്ഞ്, അല്ലേ, പ്രദർശിപ്പിക്കാൻ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മറയ്ക്കണമെങ്കിൽ കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്ന കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ മറയ്ക്കണമെങ്കിൽ എന്ത് കൊടുക്കണമായിരുന്നു? കരം കൊടുക്കണം. അങ്ങനെ ആ നിയമത്തെ നിഷേധിച്ച് മറച്ച സ്ത്രീയോട് കരം ചോദിച്ച വ്യക്തിക്ക് ഇന്ന് ആ കരം എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം മുറിച്ചിട്ട് കൊടുത്ത ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലപ്പേര് അറിയപ്പെടുന്നതും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ മറയ്ക്കാൻ സ്വന്തം മുറിച്ചിട്ട് കൊടുത്ത സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് സ്ത്രീക്കും പുരുഷനുമൊക്കെ മറയ്ക്കാനുള്ള എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ ഇന്നത്തെ സമരം മറയ്ക്കാനല്ല, പിന്നെ എന്തിനാ? തുറക്കാൻ വേണ്ടി സമരം നടത്തുന്നവരായിരുന്നു, അല്ലേ? എന്താണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത്. നമ്മൾ ഈ വീടുകളിലൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും നമ്മളും പിള്ളേരെ വളർത്തുന്നതാണ്. അപ്പോൾ ഈ സ്ട്രഗിൾ എന്തിൻ്റെ പേരില്ല? പല വീട്ടിലും ഒരു സ്ട്രഗിളുണ്ട്. ഈ എറണാകുളവും തിരുവനന്തപുരമായിട്ടൊരു വ്യത്യാസമുണ്ട് ഈ കാര്യം. തിരുവനന്തപുരം കുറച്ചുകൂടെ ട്രഡീഷനല്ല, കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ ഒരു കൾച്ചർ തിരുവനന്തപുരത്തുണ്ട്. വെൻ ഇറ്റ് കമ്പയർസ് വിത്ത് കൊച്ചി, അല്ലേ? അപ്പോൾ ഈ പിള്ളേരുടെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ എല്ലാം കാണിക്കുക. അപ്പോൾ ഈ മിക്ക വീട്ടിലും ഞായറാഴ്ച രാവിലെ ഒരു അടിയുണ്ട് പിള്ളേരുണ്ടെങ്കിൽ.
സ്വോത്രം അമ്മച്ചി പറഞ്ഞു. നാടിയുണ്ടോ അവിടെ? അമ്മച്ചി അമ്മ പറയും ഇത് ഇട്ടുകൊണ്ട് എവിടെ പോകണ്ട, ഇത് വിട്ടുകൊണ്ട് പള്ളിയിൽ പോകണ്ട, പള്ളി പോകണ്ട, അതിനെ പോയാൽ എന്നെ അത് എന്നാന്ന് പിന്നെ പറയാം, പക്ഷേ ഇത് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, ഞാൻ പോവും, എന്നാ നീ ഒന്ന് പോയേ. ഈ ഒരു അടി കഴിഞ്ഞിട്ടാണ് വിശുദ്ധ സഭായോഗത്തിൽ, എന്നൊരു സത്യമല്ലേ, ഈ സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യം, ഇതിട്ടുകൊണ്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. അങ്ങനെ പ്രശ്നം മൊത്തു കൊച്ചൊരു ഇച്ചിരി ടൈറ്റ് പിടിച്ച് ഒന്ന് മുറിഞ്ഞതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പക്ഷേ ഒന്നും സംസാരിക്കരുത്, എന്താണ് ഇപ്പം ഞാൻ ചോദിച്ചു, മക്കളെ അത് കുറച്ചുകൂടെ അമ്മ അല്ല, പക്ഷേ അമ്മ പറയുകയാണ് ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് അവർ കാണുമെന്നൊക്കെ പറഞ്ഞത്, കണ്ടിട്ട് പോട്ട് മക്കളെ, ഐ ഡോണ്ട് മൈൻഡ്, അവൻ കാണുന്ന അവൻ്റെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ കാണിക്കരുത്, അതിനാ കാര്യം, അങ്ങനെ പാടില്ല. അല്ല അങ്കിളെ അവൻ കണ്ടിട്ട് പോട്ടെ അങ്കിളെ, ഇതും പറഞ്ഞോണ്ട് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലേ, ഞാൻ ഇത് തന്നെ കാശ് കൊടുത്ത് മേടിച്ചത് ഇത് പാത്ത് വെക്കാനാണോ, ആരെണ്ട് കാണും അവൻ വായി നോക്കി അവിടെ ഉണ്ടെന്ന് വെച്ചോണ്ട് ഞാൻ എന്തോ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു മോളെ അങ്ങനെയല്ല കാണിക്കരുത്, അമ്മ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്, അതിനാ കാര്യം, അവൻ നിന്നെ കണ്ടിട്ട് പിന്നെ നിന്നെ കണ്ടിട്ട് അവൻ രാത്രി ഉറങ്ങത്തില്ല, അവൻ നിന്നെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും, അവൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തും, നീ ഉണങ്ങിപ്പോകും. അപ്പം നീ ഉണങ്ങാതിരിക്കാനാണ് അമ്മ പറയുക, അല്ല അങ്ങനല്ല, ധ്യാനത്തെങ്കിൽ എന്ത് ചെയ്യും, തീ കത്തും. അവൻ ധ്യാനിക്കുന്ന കാൽവറി ഒന്നുമല്ല, നിന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് ചിലപ്പം, അതുകൊണ്ടാണ് ഈ പിള്ളേരോടൊക്കെ അമ്മമാർ പറയും ഇതെടുത്തിട്ട് കൊടുത്താൽ മതി, ഇനിയും വരുമ്പോൾ ഇനിയും വഴക്കുണ്ടാകുമ്പോൾ ഇതൊന്ന് കേൾപ്പിച്ചാൽ മതി. എല്ലാ വീട്ടിലുള്ള സ്ട്രഗിളൊക്കെ ചെയ്തു, നമ്മളെല്ലാം പച്ച മനുഷ്യരല്ലേ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വസ്തിയെ ചിന്തിക്കേണ്ടത്. വസ്തി പറഞ്ഞു ഒരു കാരണവശാലും ഞാനിതിന് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വസ്തി ഒരു നിഷേധാത്മകമെന്ന് തോന്നുന്നുണ്ട്, നിലപാടിൻ്റെ ഒരു വിഷയം വരികയാണ്. അതുപോലെ പക്ഷേ വസ്തിയുടെ സ്ഥാനം പോവുകയാണ്, അങ്ങനെ വസ്തി സ്ഥാനത്തുനിന്ന് മാറുന്നു. പക്ഷേ ഇവിടെയും ദൈവം ആ ചരിത്രത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ തിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പോകുമ്പോഴാണ് ശൂശൻ രാജധാനിയിലേക്കുള്ള മറ്റൊരു കാര്യം. അവിടെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വസ്തിക്ക് പകരം രാജ്ഞിയെ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാകുന്നു, വസ്തിയെ സ്ഥാനഭ്രഷ്ടയാക്കുന്നു, ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാകുന്നു. 5-ാം വാക്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ശൂശൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിൻ്റെ മകനായ ഷിമിയുടെ മകനായ യായീരിൻ്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള ഒരു യഹൂദനായി. എത്ര തലമുറ പിന്നോട്ട് പോയതാണെന്ന് നോക്കിയ ബെന്യാമീനെ നമ്മൾ കാണുന്ന എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിലൊരു ബെന്യാമീനുണ്ട്. യാക്കോബിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആര് മരിച്ചുപോയി? അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചപ്പോൾ അപ്പൻ അവന് പേരിട്ടു, എന്താണ്? ബെനോനി എന്ന പേരിട്ടു. എന്നാൽ അപ്പനും കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇവൻ ബെനോനി അല്ല, ബെന്യാമീൻ, വലം കൈയുടെ പുത്രനാണെന്ന് പറഞ്ഞു. ബെനോനി അല്ല, ബെന്യാമീനാണ്. പക്ഷേ അതിനു മുമ്പ് പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ നിൻ്റെ കടിപ്രദേശത്ത് രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ആ രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞ ഉടനെയാണ് അത് കഴിഞ്ഞ് വിൽ ബി എന്നാണ്, ഫ്യൂച്ചറിലാണ് പറയുക. പക്ഷേ അത് ദൈവത്തിൻ്റെ വചനം നിവൃത്തിയായിരുന്നു. പിന്നെ ബെന്യാമീൻ ഉണ്ടാകുന്നു. ബെന്യാമീൻ്റെ പരമ്പരയിലാണ് നമ്മൾ ആരെ കാണുന്ന ആദ്യത്തെ രാജാവ് ആരാ? ശൗല് കാണും. ഇതെത്രയോ വർഷം മുമ്പ് ഉൽപ്പത്തി കാണുന്നൊരു പ്രവചനമാണ്. അപ്പോൾ ആ പ്രവചനം ദൈവം നിവൃത്തിയിരിക്കുകയാണ്. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അപ്പം അതെങ്ങനെ വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അതിനും നമ്മൾ ഓർക്കേണ്ടത് യെശയ്യാ 55 നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലാണ് ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, ആണോ? അല്ല. നമ്മുടെ വിചാരങ്ങളാണോ ദൈവത്തിൻ്റെ വിചാരങ്ങൾ? അല്ല. പലപ്പോഴും നമ്മളാരെ വഴി പഠിപ്പിക്കും? ദൈവത്തെ വഴി പഠിപ്പിക്കും. ദൈവത്തെ വഴി പഠിപ്പിക്കരുത്. ദൈവസന്ധിയിൽ വിനയപ്പെട്ടിരുന്നാൽ വഴി തെളിഞ്ഞു വരും. എങ്ങനെ വരും? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള എൻ്റെ ദൈവം തുറന്നാൽ അതടയ്ക്കാൻ കഴിവുള്ള ആരും ഇന്ന് ലോകത്തില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. ഹല്ലേലൂയ. കാരണം ദൈവം വഴി വെട്ടുന്ന തുറക്കുന്ന ദൈവമാണ്, അവിടുന്ന് വഴി തന്നെയാണ്. ആയാലും ഇവിടെ നാം കാണുകയാണ് ദൈവം വസ്തിയെ മാറ്റിയിട്ട് മറ്റൊരു രാജ്ഞിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിൻ്റെ ഒരു കാലമാണ് അവിടെ കാണുക. അതാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. ശൂശൻ രാജധാനിയിൽ ബെന്യാമീനായ, ഇനി കണ്ടോ, ബെന്യാമീൻ തൊട്ട ലീനേജ് പറയുകയാണ്. ബെന്യാമീൻ തൊട്ടിട്ട് എത്ര തലമുറ മുമ്പോട്ട് വരിക? ബെന്യാമീൻ, പിന്നെ മദ്യാമീൻ്റെ മകൻ ബെന്യാമീനായ കീശിൻ. അപ്പോൾ ബെന്യാമീൻ ഗോത്രം മനസ്സിലായല്ലോ, എവിടുന്ന് വരുന്നതാ? യാക്കോബിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ആ ഒരു സംഭവമാണ്. അവിടുന്ന് പിന്നെ ഇങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോയിട്ട് ബെന്യാമീനായ കീശിൻ്റെ മകനായ ശിമെയിയുടെ മകനായ
യായീരിൻ്റെ മകൻ മൊർദെഖായി. എത്ര തലമുറ പുറമോട്ട് പോകുന്നുണ്ട്? മൊർദെഖായി, യായീര്, ശിമെയി, കീശ്. കീശിൻ്റെ തലമുറ പറയുമ്പോൾ വീണ്ടും കുറേ പുറമോട്ട് പോകുന്നുണ്ട്. ഏത് ക്ലാനാ? ബെന്യാമീൻ ക്ലാനാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഇത്രയും പേരുകൾ പറയുന്നത്? വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ വംശാവലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യഹൂദയെ ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വംശാവലി പറയുന്നുണ്ട്. ആ വംശാവലിയൊക്കെ നമ്മൾ സാധാരണ പഠിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷേ വംശാവലി കുറേ സ്ത്രീകളുടെ ചരിത്രമുണ്ട്. എന്തിനായിരിക്കാം വംശാവലിക്ക് ഇത്രയും പ്രാധാന്യമുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, കുടുംബം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്ധിയിൽ ഞാൻ എന്തു ചെയ്യുന്നു, അവനും ഇവനും അവിടെ ജനിച്ചു എന്ന് പറയും. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ പേര്. അപ്പോൾ ഇന്ന് ഈ ഒരു വംശാവലി ഇല്ലാതാകുന്ന ഒരു ആധുനിക ട്രെൻഡാണ് ക്രൈസ്തവ ലോകത്തിൻ്റെ അപകടം. അത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഞാനത് പോകുന്നിടത്തെല്ലാം പറയാറുണ്ട്. എന്നാ കാര്യം ചോദിച്ചാൽ, ഇന്നത്തെ ഒരു വലിയ ട്രെൻഡാണ് മക്കൾക്ക് കല്യാണം വേണ്ട. എത്രയോ അപ്പന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ഭാഷ ഇവളെ പഠിപ്പിക്കണ്ടായിരുന്നു. ഇവളെ അല്ല, സത്യമാണേ, 9ാം ക്ലാസ്സിലും 10ലും തോറ്റ ഏതെങ്കിലും പെണ്ണ് കെട്ടാൻ നിൽപ്പുണ്ടോ? 10ൽ തോറ്റ ഏതെങ്കിലും പെണ്ണ് കെട്ടാൻ നിൽപ്പുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അവൾ കെട്ടിപ്പോയി. PhD ഉള്ളതിന് എന്ത് കിട്ടുന്നില്ല? ചെറുക്കനെ കിട്ടുന്നില്ല. അപ്പോഴാണ് അച്ചായൻ പറയുന്നത് എന്ത് തെറ്റായിപ്പോയി. PhD ഉള്ളതിന് ചെറുക്കനെ കിട്ടുന്നില്ല, അവൾക്ക് കെട്ടുകയും വേണ്ട. ഇതാണ് പ്രശ്നം. ഈ കെട്ടായിരിക്കുന്ന പിള്ളേർക്ക് ഒരു മാനസിക രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ പേര് ഗാമോഫോബിയ എന്നാണ്. ഭയമാണ്. ഞാൻ കെട്ടിയാൽ ശരിയാവുമോ, അവൾക്ക് പറ്റിയത് എനിക്ക് പറ്റുമോ, ഞങ്ങളുടെ അമ്മയുടെ കൂട്ട് അമ്മ ഇങ്ങനെ അച്ചായനെ കീഴടങ്ങിയിരുന്ന പോലെ ഞാനും ഇരിക്കേണ്ടി വരുമോ. പക്ഷെ അമ്മയത് സന്തോഷത്തോടെ ചെയ്യേണ്ടെന്നുള്ള മനസ്സ് എന്തൊരു സന്തോഷമാണ് ഒരു വീട്. നിങ്ങൾ ചോദിച്ചോട്ടെ, ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കൊച്ചിലെ വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിച്ചപ്പോൾ എന്താ എഴുതിയത്? മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. അപമാനത്തോടാണ് ഇറങ്ങിയേ. അല്ല, ഞാനും ഭാര്യയും കൂടെ ഒരു സ്ഥലത്ത് പോയി ഇമിഗ്രേഷന് നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടപ്പം ചോദിച്ചു, യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു യു, വാട്ട് ആർ ഡൂയിങ് എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ പുള്ളി ഇമിഗ്രേഷൻ. അപ്പോൾ തൊട്ട് പുറകെ എൻ്റെ ഭാര്യ നിൽക്കുക. അവളോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? മീ ഹിസ് വൈഫ്, ദാറ്റ്സ് മൈ ജോബ്. അപ്പോൾ അത് ചെറിയ കാര്യമാണോ? അല്ല, അതിന് അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഈ കുടുംബം പണിയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ദൈവത്തിൻ്റെ പണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ദാമ്പത്യം വേണ്ട. 2, ദാമ്പത്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് എന്ത് വേണ്ട? മക്കളെ വേണ്ട. ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം വേണം. പിന്നെ എപ്പം വേണം? നിങ്ങൾക്ക് തോന്നുമ്പം കിട്ടാൻ ഇത് ഉപ്പാപ്പം കളിയാ? ഇപ്പം വേണ്ട. ഏത് പിള്ളേർ ചോദിച്ചാലും പറയും ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട. ഒരു കൊച്ചിന് ഭർത്താവും ഭാര്യയും കൂടെ പ്രാർത്ഥിച്ച് 5 പിള്ളേരുണ്ടായപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് പാസ്റ്ററെ വിളിച്ച് പറഞ്ഞേക്കുന്നത്, ഇനിയും കൊച്ചുണ്ടായി ഞാൻ പാസ്റ്ററെ നാട്ടിൽ ഇറക്കത്തില്ല. കാരണം പാസ്റ്റർ ഓരോ കൊച്ചുണ്ടാകുമ്പോൾ എന്തോ ചെയ്തു, ഇനിയും പ്രാർത്ഥിച്ച് ബന്ധിച്ചോണമെന്ന്. ആരുടെ ജോലിയാ? പാസ്റ്റർ ജോലി. അപ്പോൾ ഈ അമ്മയുടെയൊക്കെ വിവരം എന്താ? മക്കൾ മോശമാണ്, മക്കൾ ദാനല്ലേ. മക്കൾ വേണ്ടാത്തൊരു ട്രെൻഡാണ്. അതാണ് ഈ യായീരിൻ്റെ. കാരണം ഈ മക്കളില്ലാതെ പോയാൽ ഇനി യായീരിൻ്റെ മകൻ ഖീശിൻ്റെ മകൻ എന്ന് പറയാൻ ആരും കാണത്തില്ല. പറയോ? ഇല്ല. തുണ്ടത്തിലെ അവറാച്ചൻ്റെ മോൻ, തുണ്ടത്തിൽ കുഞ്ഞുവൻ്റെ മോൻ, തുണ്ടത്തിലെ പ്രിൻസിൻ്റെ മോൻ എന്ന് പറയണമെങ്കിൽ പ്രിൻസിൻ്റെ മക്കൾ വേണ്ടേ? അതൊന്നും ഇല്ലാതാക്കാനാണ് ഈ പിശാച ആ റൂട്ടങ്ങ് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുക, എന്തോ വേണ്ട, മക്കൾ വേണ്ട. മക്കൾ വേണ്ടാന്ന് പറയുന്ന മക്കളൊക്കെ ഇത് കേൾക്കണേ. വേണ്ടെന്ന് പറയല്ലേ, കർത്താവ് തരുമ്പോൾ സ്വീകരിച്ചോണം. പിന്നെ തോന്നുമ്പം കിട്ടാൻ ഇത് ഉപ്പാപ്പം കളി അല്ലിത്. മനസ്സിലായോ? നിനക്ക് തോന്നുമ്പം കിട്ടാനുള്ളതാണോ കുഞ്ഞ്? അല്ല. തമ്പുരാൻ തരുമ്പോൾ എന്ത് ചെയ്തോണം? വാങ്ങിച്ചോണം. തമ്പുരാൻ തരുമ്പോൾ വാങ്ങിച്ചോണം. അപ്പം ഞാനെൻ്റെ ഒരു മോള് വന്നേ. അപ്പോൾ ആ മോളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവൾ കെട്ടാൻ തന്നെ സമ്മതമല്ലായിരുന്നു. അവസാനം സമ്മതിച്ചപ്പം വിത്ത് കണ്ടീഷനാണ്, കുഞ്ഞ് വേണ്ടെന്ന് പറയുന്ന ഒരാളെ കെട്ടണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മതി എന്ന് പറയുന്ന ഒരാളെ കെട്ടണം. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ എത്രാമത്തെയാണ്? അപ്പോൾ അവൾ പറഞ്ഞു 3ാമത്തെയാണ്. ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ അമ്മ 1 മതിയെന്ന് പറഞ്ഞപ്പോൾ മതിയായിരുന്നെങ്കിൽ നീ കാണുമായിരുന്നു. ഇല്ല. ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കേണ്ടി വരാത്ത ഒരു ചോദ്യം ഞാനിപ്പം ചോദിക്കുക. ഒരു 20 വർഷം കഴിഞ്ഞ്, ഇപ്പം ജെൻസി അല്ലേ, പിന്നെ ആൽഫയാണ്, ഇനി ബീറ്റ വരും. അപ്പോൾ അന്ന് നമുക്ക് ചോദിക്കേണ്ടാത്ത ഒരു ചോദ്യം ഞാനിപ്പം ചോദിക്കുക, 2ാമത്തെ മക്കളൊന്ന് കൈപൊക്കാമോ?
വീട്ടിൽ രണ്ടാമത്തെ മക്കൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പുറയിരിക്കുന്ന ആൾ എത്രയോ ആകാശം മുട്ട കൈവക്കി അഭിമാനത്തോടെ. ദൈവം അനുഗ്രഹിക്കണം. മൂന്നാമത്തെ മക്കളൊന്ന് കൈവക്കാം. 3. ദൈവം അനുഗ്രഹിക്കട്ടെ. 4ാമത്തെ മക്കൾ ഒന്ന് കൈവക്കാം. 4. ഇവരെല്ലാം നോക്കിക്കണം, ഇവരെല്ലാം ഒരു 50+ ആണ്. 30 താഴെ ആരെങ്കിലും 4ാമത്തെ മക്കളുണ്ടോ? 30 താഴെ, 30 വയസ്സിൽ താഴെയുള്ള 4ാമത്തെ ഒരു കുഞ്ഞ് ഈ സദസ്സിരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ചിന്തിക്കണം. 30 വയസ്സിൽ താഴെയുള്ള 4ാമത്തെ ഒരു കുഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ടോ? കൈവക്കോ? ഇല്ല. 5ാമത്തെ കുഞ്ഞ് കൈവക്കേ. 5. ഷൈനി ചേച്ചി 5 കുറേ പേര് പൊക്കി. അതും നോക്കി. എല്ലാവരും ഈ മേക്കപ്പൊക്കെ ഉണ്ടല്ലോ, ഒറ്റ നോട്ടത്തെ അറിയാം പ്രായം. അപ്പോൾ 5 അതെല്ലാം 50+ ആണ്. 50+ ആണ്. നോക്കിക്കോ. 5. 6. ദൈവം അനുഗ്രഹിക്കട്ടെ. 6. 7. ദൈവം അനുഗ്രഹിക്കട്ടെ. 8. 8 ഒരാൾ. ഒരാൾ. 8 നല്ലപോലെ പൊക്കം വെച്ച്. 8. 2 പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. 8. 9. ഒരാൾ. 1 2 9. സ്വത്രം 9. 10 ഉണ്ടോ? ഇല്ല. 11 ഇല്ല. 11 പറയുമ്പം കൊച്ചെന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നേ. 11 12 ഇല്ല. 13 ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 14 ആ അപ്പച്ചനും അമ്മച്ചയും കാണാൻ വേണ്ടി ഞാൻ പോയി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ കല്യാണം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഭാര്യയ്ക്ക് യൂട്രസ് ക്യാൻസർ ആയി. അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞ് പോലും ഉണ്ടാകത്തില്ല, യൂട്രസ് എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, തമ്പുരാനെ എൻ്റെ ഭാര്യയുടെ യൂട്രസ് ക്യാൻസർ സൗഖ്യമാക്കിയാൽ പിള്ളേരെ സ്വീകരിച്ചോളാന്ന് പറഞ്ഞു. കൊട്ടുത്തു കർത്താവ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഉപവാസ പ്രാർത്ഥനയാണ്. അൺപാർലമെൻ്ററി വാർഡ് പറഞ്ഞെന്ന് പറയല്ലേ. എന്നിട്ട് ഈ കിളവൻ എന്നോട് പറയാം, പാസ്റ്റർ ജി സ്റ്റിൽ ഐ ആം ഓക്കെ ബട്ട് മൈ വൈഫ് ഈസ് നോട്ട് ഓക്കെ. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് ഹെയർ പ്രോബ്ലം. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. എൻ്റെ പൊന്ന് പ്രിയരെ, മക്കളാരുടെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനം. ഇതാണ് ഇങ്ങനെ വംശാവലി പറയുന്നതിൻ്റെ കാരണം എന്ന് പറയും. ഇത് ക്രൈസ്തവരറിയണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലോട്ട് ഈ തെറ്റിദ്ധാരണ വരുത്തിയേക്കുക. മക്കൾ കുറഞ്ഞ് മതി, എന്നാലേ നമുക്കൊന്നായാലേ നമുക്ക് 1,000 2,000 നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാനൊക്കത്തുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറത്ത് പോയി, നടന്ന കാര്യം ഞാനിത് ലൈവിലൂടെ പറയാം. അപ്പോൾ അവനത് നല്ല ദിശാബോധം നൽകുന്ന ഒരു സ്വാത്വികനായ, വളരെ വായനാശീലമൊക്കെ ഉള്ളൊരു ഉന്നത ചിന്തയൊക്കെ ഉള്ളൊരു സഹോദരൻ. അപ്പോൾ അവന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ട്യൂഷൻ പഠിപ്പിക്കണം. അങ്ങനെ ഒരിടത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് ട്യൂഷൻ പഠിപ്പിക്കുകയാണ്. ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വളരെ തുച്ഛമായൊരു ഫീസിൽ താമസിച്ച് ലളിത ജീവിതം നയിക്കുന്ന ഒരു മഹാചിന്തകളുള്ള ഒരു സുഹൃത്താണ്. ഇന്നൊരു വൈദികനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം സ്കൂളിലെ കുഞ്ഞ് ഈ ട്യൂഷന് വരേണ്ട കുഞ്ഞ് വന്നാലും ചോദിച്ചാൽ പറഞ്ഞു, അമ്മ എന്നാ വരാൻ ചോദിച്ചാൽ പറഞ്ഞു, ഉമ്മാൻ്റെ 9ാമത്തെ പ്രസവമായിരുന്നു പറഞ്ഞു. എത്രാമത്തെ ഞാൻ ചോദിച്ചപ്പോൾ 9ാമത്തെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ബാപ്പയെ കണ്ടിട്ട് പറഞ്ഞു, ബാപ്പ അത് നമ്മൾ ഇനി അത് നിർത്തണം, കാരണം അല്ലെങ്കിൽ കൊച്ചുങ്ങളെ നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കണം, പ്രോപ്പർ ഹെൽത്ത് കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് അവസാനം പറഞ്ഞു, സാർ നിങ്ങൾ പറഞ്ഞല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ പണ്ട് നിങ്ങളൊരിക്കലും എന്നോടൊരു നിങ്ങളുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. എനിക്ക് ആ കർത്താവിനെ വേണ്ട. നിങ്ങളുടെ കർത്താവിന് 2 പിള്ളേരെ നോക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. നിങ്ങളുടെ കർത്താവിന് എത്ര പിള്ളേരെ നോക്കാനേ ഉള്ളൂ? 2. ഞങ്ങളുടെ കർത്താവിന് എത്ര വേണ്ടല്ലോ നോക്കാം പിള്ളേർ. അപ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണ്ട് എപ്പോഴും മക്കൾ തരുന്ന ആരാ? ദൈവം. മക്കളെ വളർത്തുന്ന ആരാ? ദൈവം. അങ്ങനെയാണെങ്കിൽ മക്കൾ, ഒരു കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞങ്ങ് മരിച്ചുപോയി, സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. ഉറപ്പുണ്ടോ? ഉണ്ട്. ഒരു കുഞ്ഞ് MR ആണ്. MR എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ? മെൻ്റലി റിട്ടായർഡ്. ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു മനസ്സിൻ്റെ തിരിച്ചറിവ് മാറ്റി. ഒരു കുഞ്ഞിനെ വീട്ടിൽ ചെന്നപ്പോൾ 2 മക്കളിൽ ഒന്ന് ഫുള്ളി ടോട്ടൽ MR ആണ്. ആ കുഞ്ഞിൻ്റെ ഇരിപ്പും കട്ടുമൊക്കെ കണ്ടപ്പോൾ നമുക്കങ്ങ് സങ്കടം വന്നേ. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെയൊക്കെ കാഴ്ചപ്പാട്, അപ്പോൾ അവരെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അപ്പം എൻ്റെ സങ്കടം കണ്ടപ്പോൾ അമ്മ പറയും, എൻ്റെ പൊന്ന് പ്രിൻസ പാസ് സങ്കടപ്പെടാതെ, അതിനെ കാര്യം ഈ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് ഒരു സങ്കടമില്ല. ഞാൻ ചോദിച്ചു, എന്നമ്മേ ഇവനിപ്പം മരിച്ചാൽ എവിടെ ചെല്ലും? പക്ഷേ ഈ ബുദ്ധിയുള്ളവനുണ്ടല്ലോ ഇവനെ ഓർക്കുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് ഇടിപ്പാ. കാരണം ഇപ്പം തന്നെ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല. വയസ്സ് 10-15 ഉള്ളൂ. ഇപ്പം തന്നെ 3 പ്രേമം പിടിച്ചു കഴിഞ്ഞു. അവന് ഇനി എന്തോ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പേടി. ഇവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പക്ഷേ ഇവനെ ഓർത്ത് എന്ത് ചെയ്യേണ്ട?
പ്രാർത്ഥിക്കേണ്ടത്. സത്യമല്ലേ അമ്മ പറഞ്ഞ ഈ ഞാൻ അന്നേരം ഈ അമ്മ എന്നെ പഠിപ്പിക്കുകയാണ്, എന്നോട് പറയുകയാണ് പാപം എന്തെന്ന് ഇവൻ അറിയത്തില്ല, പാപം ചെയ്യാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് 100% അവൻ മരിച്ചാൽ എവിടെ ആയിരിക്കും. അത് സത്യമാകട്ടെ. ഈ ആയിട്ടുള്ളവരൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ കാണും, അവർ നല്ല തിളങ്ങിക്കാണും. അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, നിത്യതയ്ക്കൊരു അവകാശിയെ കൊടുക്കുകയാണ്. നിത്യതയ്ക്കൊരു അവകാശിയെ കൊടുക്കുന്ന സ്വർഗീയ നിത്യനായ ദൈവത്തിൻ്റെ നിത്യതയിലേക്കുള്ള ആ വലിയ മാർഗത്തിൽ ദൈവം നമുക്ക് തരുന്ന പങ്കാളിത്തമാണ് ദാമ്പത്യത്തിലെ മക്കളെന്ന് പറയുക. മറക്കരുത്, ദാമ്പത്യത്തിലെ മക്കൾ. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? മക്കൾക്ക്. ഞാനിപ്പോൾ ഇന്ന് കൊടുത്ത മുഴുവൻ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ വളരെ വേദനയോടാണ് പറയുക. എനിക്ക് 4ാമത്തെ ഒരു കുഞ്ഞുണ്ടായപ്പോൾ എന്തോ ബഹളമായിരുന്നറിയാം. പണിയൊന്നുമില്ലല്ലോ, ദശാംശം കൊണ്ട് വളർത്താമല്ലോ എന്ന് പറഞ്ഞ വിശ്വാസികളുണ്ട്. അവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പം എന്നെ പൊന്നെ ചെല്ലുന്നവരെല്ലാം ചോദിച്ചത് നിർത്തിയോ. അവസാനം തൂക്കാൻ വന്നവർ ചോദിച്ചു നിർത്തിയോ. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആ ചൂലങ്ങ് തിരിച്ചു പിടിച്ചോളങ്ങ് ചെന്ന് നിർത്തിയില്ലടി കൊച്ചേന്ന് ചോദിച്ചോ. ഇവർക്കെന്തൊരു സോക്കേടാ. അപ്പോഴത്തേന് ഇവർക്ക് ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടി. പിന്നെ ഡോക്ടർ വന്നു, നേഴ്സ് വന്നു. ചുരുക്കത്തിൽ വാതിലടച്ചിട്ട് എഴുതി വെച്ചു, സന്ദർശകരെ അനുവദിക്കുന്നതല്ല, ഒറ്റക്കുറ്റം 4ാമത്തെ കൊച്ചുണ്ട്. എൻ്റെ പൊന്നു പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോണം. ആര് പ്രാർത്ഥിച്ചാലും പറയും നിന്നയേറ്റ കൊച്ചാണ്. കാരണം അവൻ 4ാമത് ജനിച്ചപ്പോൾ തൊട്ട് തലേ നിന്നയായിരുന്നു. അയ്യോ 4ാമത്തെ. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമല്ലേ അത്, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പക്ഷെ മക്കൾ ആര് തരുന്ന? മക്കൾ ദൈവം തരുന്ന. ഈ മക്കളെ അങ്ങ് വളർത്താൻ തമ്പുരാൻ തരുന്ന ജീവിതത്തിൻ്റെ ഭാഗ്യം. എത്രയോ അമ്മമാർ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് വിദ്യാഭ്യാസമുള്ളവർ കുഞ്ഞുങ്ങളെ വളർത്തി കുഞ്ഞുങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുചെല്ലാൻ വേണ്ടിയാണ്. അവിടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ഈ മക്കളെ വചനം പഠിപ്പിക്കണം, അവരെ പഠിച്ച് നല്ല മനുഷ്യരാക്കണം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എപ്പോഴും ഓർത്തോണേ, ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ദൈവം ആരായിട്ട് മാറി എന്നുള്ളതാണ്. മനുഷ്യനായി മാറി എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ദൈവം മനുഷ്യനായി മാറിയ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നല്ല മനുഷ്യനെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതി? യേശുവിനെ കണ്ടാൽ മതി. അപ്പോൾ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആർക്കും ക്രിസ്തുവിലൂടെ ആരാകാം? നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നല്ല മനുഷ്യർക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നല്ല മനുഷ്യരാക്കി മക്കളെ വളർത്തുക എന്നുള്ളത്, ആ മക്കളെ ദൈവസന്നിധിയിൽ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മറക്കരുത് നമ്മൾ ദൈവീക ദൗത്യങ്ങളിൽ ഭാഗവാക്കാകാൻ കർത്താവ് തരുന്നൊരു ഭാഗ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയല്ലേ സാധു കുഞ്ഞ് മരിച്ചപ്പോഴും പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ അത് വാങ്ങും. എന്തുകൊണ്ടാണ്? യോബും പറയുന്നുണ്ട്, ഹല്ലേലൂയ, കർത്താവ് എടുക്കട്ടെ, പക്ഷേ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അവനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്നുള്ള വലിയ ഒരു സന്ദേശം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് ഈ വംശാവലിയെക്കുറിച്ചാണ് ഞാനവിടെ പറഞ്ഞത്. ഏതായാലും ആ വംശാവലി മുമ്പോട്ട് പോവുകയാണ്. അവിടെ ഞാൻ എസ്തർ വായിച്ചപ്പോൾ കണ്ട വംശാവലിയുടെ ഒരു ചിന്ത ഇന്നുകൊണ്ടൊരു ചെറിയ ദൂത് എളിയദാസൻ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുകയാണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയ യഹൂദ രാജാവായ യെഖൊന്യ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. ആളുടെ പേരായത് മൊർദെഖായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ്റെ പേരാ മൊർദെഖായി. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ. എസ്തേറിൻ്റെ മറ്റൊരു പേരെന്താ? ഹദസ. എസ്തേർ എന്ന ഹദസയ്ക്ക് ആരില്ലായിരുന്നു? അപ്പനും അമ്മയും മരിച്ചു പോയിരുന്നാൽ അവരാരാണ്? അനാഥരാണ്, ഓർഫനാണ് അല്ലേ? അപ്പനും അമ്മയും മരിച്ച മക്കളെ നമ്മളെന്താ വിളിക്കുക? ഓർഫൻ എന്നാണ് വിളിക്കുക, ഓർഫൻ. പക്ഷേ ഒരു പ്രായം ഓർത്തോണം, ഏത് പ്രായത്തിലും നമ്മൾ ഓർഫൻസ് ആകാം. ഞാനൊരു ദിവസം പവർ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു 10-60 വയസ്സ് കാണും. അദ്ദേഹം എന്നെ കണ്ടിട്ട്, പാസ്റ്ററെ ഞാനിങ്ങനെ നോർത്തിൽ നിന്ന് വരികയാണ്, പാസ്റ്ററിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആരുമില്ല പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. ഇതന്നെ വല്ലാതെ ഇദ്ദേഹത്തിന് ആരുമില്ല എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കൾ. അപ്പോഴാണ് പുള്ളി പറയുക, അപ്പനെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, പിന്നെ അമ്മയായിരുന്നു തോന്നുന്നു, ആരെങ്കിലും ചിലപ്പോൾ മാറ്റും. ഏതായാലും അമ്മയും കഴിഞ്ഞ മാസത്തിൽ മരിച്ചുപോയി. കുറേ നാളൊക്കെ കിടന്നിട്ട് അമ്മയും മരിച്ചു. എനിക്ക് ആരുമില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിലും അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഇയാൾ പറയുന്നു, എനിക്കെന്തില്ല, ആരുമില്ല. അന്നാണ് എനിക്കൊരു വാക്ക് കിട്ടിയത്, അഡൽട്ട് ഓർഫൻ. അറ്റ് എനി ഏജ് നമ്മുടെ പേരൻസ് പോയാൽ നമ്മളാരാ? ഓർഫനാ. അതാണ് സത്യം. പല കാര്യങ്ങളും പിള്ളേരോട് പറയാനൊക്കത്തില്ല, പക്ഷേ ആരോട് പറയാം? കെട്ടിച്ച് വിട്ട പെൺപിള്ളേരാണെങ്കിലും സങ്കടം വരുമ്പോൾ ആരെ വിളിക്കും?
അമ്മയെ വിളിക്കും. അത് തന്നെയാണ് കെട്ടിയന്മാരുടെ പ്രശ്നം, അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇവർക്ക് ഇച്ഛ തെറ്റി ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. ഇവരെന്തോ അറിയാനാ, എന്നോട് പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങേരോട് പറയാത്ത കുറേ കാര്യം ആരോട് പറയാം? അമ്മയോട് പറയാം. അമ്മയുടെ നമ്മൾ ഈ അമ്മ അപ്പനൊക്കെ ഉള്ളപ്പോഴല്ലേ ഒന്ന് കയറി ചെല്ലാൻ വെക്കുക. അപ്പോൾ അവരില്ലാതെ പോകുമ്പോൾ അതൊരു വലിയ സുരക്ഷിതത്വമാണ്. അതില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനാഥത്വമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? അഡൽട്ട് ഓർഫൻ. അപ്പം പിന്നെ ചെറുപ്പത്തിലേ പോയാലോ? ഈ പെൺകുട്ടി ചെറുപ്പത്തിലെ അനാഥയായ ഒരു പെൺകുട്ടിയാണ്. ജന്മം കൊണ്ട് അനാഥത്വം വഹിച്ചൊരു പെൺകുട്ടി. ചെറിയൊരു കാര്യമല്ല അനാഥൻ്റെ വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും പറയും, മക്കളോടെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇന്നിപ്പം പൊതു അവധി ദിവസം അല്ലാത്തതുകൊണ്ട് മക്കൾ കുറവാണ്. പ്രത്യേകിച്ച് എക്സാമൊക്കെ നടക്കുകയല്ലേ, പ്രീ ബോർഡ് എക്സാംസൊക്കെ നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാലും ഞാൻ മക്കളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഏജിലും നമുക്ക് അപ്പനും അമ്മയും ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആരാ? ഓർഫന. അതുകൊണ്ട് തന്നെ അവരെ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈവക്കാമോ? ഓക്കെ, ദൈവം എനിക്ക് കൈ താഴ്ത്തട്ടെ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അപ്പനും അമ്മയും കഴിക്കുന്ന മരുന്നെല്ലാം അറിയാവുന്നവരൊന്ന് കൈവക്കാം. കുറച്ച് കൈകൾ, ദൈവം അനുഗ്രഹിക്കട്ടെ. മരുന്നെല്ലാം അറിയാവുന്നവർ കുറവായിരിക്കും. ഒരപ്പനും അമ്മയും ഞാൻ എൻ്റെ കൂടെ എനിക്കൊരു കുഞ്ഞുണ്ട്. അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം അമ്മയ്ക്കൊരു വേദന വന്നു. അമ്മയുടെ കൂടെ ഇവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. 4ാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് ഓർക്കണം. ആ യാത്രയിൽ അമ്മ ഇവിടെ തലയിൽ മടി വെച്ച് മരിച്ചുപോയി. ഷി വാസ് ആൻ ഓർഫൻ. അതാണ് ആക്ച്വലി അവളും അഡോപ്റ്റഡായിരുന്നു. മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഇരുന്ന കുഞ്ഞിനെ ഞങ്ങൾ അടക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഞാൻ കാണുന്ന കാഴ്ച, കാരണവന്മാരൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ അടുക്കി പിടിച്ചൊരു ഫയലുമായിട്ട് വരുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞ്, അവിടെ ഒത്തിരി ഫയലുകളും. അപ്പോൾ ആ കുഞ്ഞ്, പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, വർഷങ്ങളിപ്പം കടന്നു പോകുമ്പോൾ 9 വർഷം കഴിഞ്ഞു. അവിടെ ഒരമ്മാച്ചൻ എല്ലാ കാര്യവും അമ്മാച്ചനും അമ്മായി ഗർഭിക്കും. നാളിതുവരെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ മറ്റൊരാളും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് വിളിച്ച് ചോദിക്കാനെങ്കിലും. പക്ഷേ ഈ മക്കളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവർ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. പിള്ളേരൊക്കെ പറയാറുണ്ട്, രാവിലെ അമ്മ മെഷീൻ ഗണ്ണെടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഉണ്ടയിടും. പിന്നെ രാത്രി വരെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. രാവിലെ തുടങ്ങും, എഴുന്നേക്കടി എഴുന്നേക്കടി എഴുന്നേക്കടി, എഴുന്നേറ്റാൽ തുടങ്ങും ഇരിക്കടി പൊടി കുളിക്കടി കുളിച്ചാൽ പല്ലിയേക്കടി, മുടി വാരിക്കെട്ടടി, പഠിക്കടി കഴിക്കടി. അത് കഴിഞ്ഞാൽ വണ്ടി വരുന്നടി പൊടി, പോകാൻ താമസിച്ച് എന്താടി താമസിച്ചത്. പിന്നെയും വന്ന് തുടങ്ങും, ഡ്രസ്സ് മാറടി, കൈ കഴുകടി, പിന്നെയും വൈകിട്ട് തുടങ്ങും കഴിക്കടി. പിന്നെ പാതിരാത്രി ആകുമ്പം തുടങ്ങും കിടക്കടി. ചുരുക്കത്തിൽ ഈ മിഷൻ കണ്ടൊന്ന് ഓഫാകണമെങ്കിൽ എത്ര മണിയാണ്? അതുവരെ ഇങ്ങനെ പടപെടാം. പക്ഷേ ഒരു ദിവസം ഈ പൊട്ടാൻ ഈ മിഷൻ കൺ ഇല്ലാ വരുമ്പോഴാണ് വീട് നിശബ്ദമാകും. എടി ബോഡി വാടി എന്ന് പറയാൻ ആരുമില്ല. അതൊരു വലിയ വല്ലാത്ത സംഭവം ഇതല്ലേ. നമ്മൾ ഈ പല പിള്ളേരുടെ ഒരു പ്രശ്നം, കഴിക്കടി എന്ന് പറയുമ്പോൾ ഇതുങ്ങൾ പറയും ഇപ്പം ഞാൻ കഴിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ചവിട്ട് നാടകം, അന്തരത്തിൻ്റെ കുച്ചിപ്പൊടി മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന കാണാം. പക്ഷേ ഈ അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം ബെല്ലടിച്ചാൽ ഉണ്ടല്ലോ, 3 വയസ്സുള്ള കുഞ്ഞും പ്ലേറ്റുമായിട്ട് പോയി നിൽക്കും. വേണ്ടാന്ന് പറയാൻ ആരോട് പറയാനാ? അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം പോയി നിൽക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് കണ്ടു തന്നിട്ടുണ്ട്. ചില പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ തീരെ വരുന്ന പൊടി കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ വാരി എന്ത് ചെയ്യും? കഴിക്കും. ആരും വേണ്ടാന്ന് പറയത്തില്ല. അവർക്കറിയാം ഇപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പം പുറകെ നടക്കാൻ ആരും കാണത്തില്ല. അടുക്കള പൂട്ടി അവർ പോകും അവരുടെ വീട്ടിൽ. അപ്പോൾ ഈ പുറകെ നടക്കാൻ ആളുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേണ്ടാന്ന് പറയുന്നത്. കഴിപ്പിക്കണേ എന്തോ പാടാ, അന്നൊരു ദേഷ്യമൊക്കെ കാണും. ശരിയല്ലേ? പോയി കഴിക്കാൻ പറയാനാണെങ്കിലും ഒരാൾ വേണ്ടേ? ഞാനൊരു ദിവസം ഞങ്ങളുടെ കൊച്ചിനോട് ചോദിച്ചു, നീ എന്നെ എഴുന്നേക്കാഞ്ഞ്? അത് ഞാൻ എൻ്റെ കുറ്റമാണോ? ഞാൻ ചോദിച്ചു അതെന്നാ? മറ്റേ ഇന്നും രാവിലെ ബഹളം വെച്ച് എഴുന്നേപ്പിക്കത്തില്ല, ഇന്ന് തന്നെ ബഹളം വെക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അലാറം എൻ്റെ ഈ ബഹളമാണ്. സത്യത്തിൽ ബഹളം വെക്കാനും ഒരാൾ വേണ്ടേ?
വേണ്ടേ? ഒന്ന് എഴുന്നേക്കും, പിന്നെ കിടക്കും, പിന്നെയും പുറകെ കിടക്കും. ഇതിനെല്ലാം ഒരാൾ വേണ്ടേ? വേണം. അപ്പോൾ ആ ആളിന് ഉള്ളതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയും, അവർ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അവർ മരിക്കാൻ കാരണം ഈ 4 മണിയാകുമ്പം പിള്ളേർ വരേണ്ടടുത്ത് 4:30 ആകുമ്പം വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? വിളിച്ചിട്ട് ഇവരെടുത്തില്ലെങ്കിൽ ആരെ വിളിക്കും? കൂട്ടുകാരെ വിളിക്കും, അല്ലെ സാറിനെ വിളിക്കും. സാറിനെ വിളിച്ചാൽ പിന്നെ ഭയങ്കര പ്രശ്നം. എടീ, നിൻ്റെ അമ്മ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, നീ ഇവിടെ പോയി. ഉയ്യോ, അതോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ച്? എന്നെ നാണം കെടുത്തിയില്ലേ? ഇനി ഞാൻ അല്ല, നീ എന്തിനാ ഈ സൈലൻ്റ് ആക്കിയിട്ടേ? നിനക്കറിയത്തില്ല അമ്മ വിളിക്കുമെന്ന്. ഇവള് ഫോൺ സൈലൻ്റ് ആക്കും, അമ്മ വയലൻ്റ് ആകും. അതിൽ ഫോൺ മക്കളെ അവർ വിളിച്ച് നിങ്ങളുടെ ഫോൺ എടുത്തില്ലെങ്കിൽ അവരെന്താകും? അത് ഞാൻ കൊച്ചു പെണ്ണാണ്, ഞാൻ ഇവരൊന്ന് പോയി കഴിഞ്ഞാൽ നീ 8 മണിക്ക് വന്നില്ലേ ആരറിയും? വന്നില്ലെങ്കിൽ ആര് തിരക്കും? എവിടെയെങ്കിലും പനി പിടിച്ച് കിടന്നാൽ ആര് തിരക്കും? തിരക്കാൻ ഒരാളുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ജീവിതത്തിൽ തിരക്കാൻ ഒരാളുള്ളത്. നീ കഴിച്ചോടാന്ന് ചോദിക്കാൻ, നീ കുളിച്ചോടാൻ ചോദിക്കാൻ, വല്ല ഉണ്ടോടാൻ ചോദിക്കാനൊക്കെ ഒരാൾ വേണ്ടേ? അപ്പോൾ അത് ചെറിയൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയും, അവർ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓർമ്മയുള്ളപ്പോഴൊക്കെ അത് ചോദിക്കണേ. ഓർമ്മ പോയി എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഒരു അമ്മച്ചി മരിച്ചു പോയി. അപ്പോൾ ഈ അമ്മച്ചിക്ക് അവസാനമായപ്പോൾ ഓർമ്മ പോയി. ഇവർക്ക് ചിലരങ്ങ് മറന്നു പോകും, ചിലത് എന്ത് ചെയ്യും? ഓർക്കും. അപ്പോഴത്തേനും മോള് വന്ന് വിദേശത്ത്, നമുക്കിപ്പോഴും എന്നോട് ഇപ്പോഴും പറഞ്ഞു, നിന്നോട് എനിക്ക് എൻ്റെ ഒരു ആരീശം തീരത്തില്ല, നിന്നോട് നിൻ്റെ ഭാര്യയോട്. ഞാൻ ചോദിച്ചു അതെന്നാ കാര്യം? അമ്മച്ചിയുടെ അടുക്ക ഇവള് ചെന്നപ്പം ചോദിച്ചു, നീ ഇതാരാ? അമ്മച്ചി ഇളയ മോൾ. അങ്ങനെ മോൾ എനിക്കില്ലല്ലോ. തലയും കുത്തി നിന്നിട്ട് ഈ മോളെ എന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്, ഇതാരാ? ഇതെൻ്റെ പ്രിൻസ് മോൻ, എൻ്റെ പുന്നാര മോൻ. വന്നേടാ ഒരു ഉമ്മ വന്നേ. അയ്യോ എൻ്റെ പുന്നാര മോനാ. ഞാൻ പറഞ്ഞു, നീ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ലടി, ഒരു കാര്യമില്ലടി. അപ്പോൾ എൻ്റെ ഭാര്യ വന്നു, ഇതാരാ? എൻ്റെ പ്രിൻസ് മോൻ്റെ ഭാര്യ, പ്രിൻസ് മോള് വന്നേ. അവർക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്. കാരണം ആരെ ഓർമ്മയില്ല, മക്കളെ ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണേ, ഓർമ്മയുള്ളപ്പോഴൊക്കെ അവരുടെ അടുക്കലൊക്കെ പോവുക. 2 ആഴ്ചക്കകത്ത് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ അറ്റ് എ ടൈമിൽ ഒരു 3 മണിക്കൂർ അവരുടെ അടുത്തിരുന്നവരൊന്ന് കൈവെക്കാം. 3 മണിക്കൂർ. ഇത്രയും പേരുണ്ട്. ദൈവം 3 മണിക്കൂർ അറ്റ് എ ടൈം, മൊത്തം കൂടെ അല്ല, ഒറ്റ ഇരിപ്പിൽ 3 മണിക്കൂർ. ദൈവം അനുഗ്രഹിക്കും. 2 മണിക്കൂർ ഇരുന്നിടത്ത് കൈവെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. 1 മണിക്കൂർ ഇരുന്നിടത്ത് കൈവെക്കാം. ദൈവം അനുഗ്രഹിക്കും. ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. റീസൺ ചോദിച്ചാൽ അപ്പൻ്റെ അടുക്ക് ഇരിക്കാമെന്നങ്ങ് പറഞ്ഞു. അതേ അവിടെ ഇരിക്കാവും. കാരണം ഇവിടെ വരുന്നതും അപ്പൻ്റെ അടുക്ക ഇരിക്കാനാണ്. ഏതപ്പൻ്റെ അടുക്കല? സ്വർഗത്തിലെ അപ്പൻ്റെ അടുക്ക. അപ്പനും നിങ്ങളോട് ചിലപ്പം പറയും അവിടെ പോയി ആ അപ്പൻ്റെ അടുക്കലിട്ടിരിക്കാൻ. അപ്പം കുറേ നേരം വർത്താനം. ഞാനൊരു മോനോട് പറഞ്ഞു, കുറച്ചുകൂടെ നീ അപ്പനോടൊന്ന് സംസാരിക്കണേ. ഇവനെന്നോട് പറയാം, ദർ ഇസ് നോ കോമൺ സബ്ജക്റ്റ്, നോ സബ്ജക്റ്റ്. ഞാനൊരു ദിവസം രാത്രി വെളുപ്പിനെ 3 മണിക്ക് ഇവൻ്റെ അടുക്ക ചെല്ലേണ്ട വന്നു. ഇവനെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, എൻഗേജ്ഡാണ്. അമ്മ 3 മണിക്ക് എത്ര മനുഷ്യനെ എമർജൻസിക്ക് വിളിക്കുക. അവിടെ ചെന്ന് ഞാൻ ബെല്ലടിച്ചപ്പോൾ ഇവനെ ഇറങ്ങി വന്നു, ഫോൺ ചുട്ടു പഴുത്തിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇവൻ 12 മണിക്ക് തുടങ്ങിയ കോള ഇവൻ്റെ പെണ്ണിനെ വിളിക്കുക. വെളുപ്പിനെ 3 മണിയായി. ഇപ്പോഴും എനിക്ക് സംശയം, ഇവരെന്തോ ഈ വർത്തമാനം പറയുന്നേ? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ജയപരാജയങ്ങൾ, ഇനിയും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവന് 3 മണിക്കൂർ പറയാൻ സബ്ജക്റ്റ് ഇല്ലേ? ആരോടില്ല. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് അനാഥത്വം. എസ്തേർ ആരായിരുന്നു? അനാഥയാകും, അല്ലേ? എസ്തേർ ആരാകുന്നു? അനാഥയാകും. അപ്പം മറവി ഉണ്ടെങ്കിലും അവരെടുക്കാനിരിക്കുക. മറവിയുണ്ട്. ഞാനത് കുറേ നല്ല കാര്യങ്ങൾ പലയിടത്തുനിന്ന് പഠിച്ചു. മോശപ്പെട്ട കാര്യങ്ങൾ പറയണ്ട. എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എങ്ങനെ ആകണം, എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എങ്ങനെ ആകരുത്. ഞാനൊരു ഒരിടത്ത് അങ്ങ് വടക്കാണ്, അവിടെ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ കൺവെൻഷൻ നടക്കുക. അപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ, ഒരു കൈലിയൊക്കെ കൊടുത്തൊരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ. അപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞ് അവർ ഓർത്തഡോക്സുകാരാണ്, അവരാണ് നമുക്ക് സ്ഥലം തന്നത്, അവിടെ നിന്ന് കയറി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തഡോക്സുകാരല്ല, ഞാൻ വളരെ ശാന്തമായി നമ്മുടെ പെന്തക്കോസ്ത് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി
ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനും ഉന്നതനും ശാശ്വതവാസ്യമായ കർത്താവേ, മനുഷ്യായുസ് 70 ഏറെയായാൽ 80, എന്നാലിപ്പോൾ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തിയ ഈ മാതാവ് സൗഖ്യമില്ലാതെ ഓർമ്മയില്ലാതെ ഇരിക്കുമ്പോൾ അധികം കഷ്ടങ്ങളിലേക്ക് പോക്കാതെ അങ്ങയുടെ തിരുവുള്ളം ഈ ദാസി നിറവേറപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ മനുഷ്യൻ എൻ്റെ തോളെ കൈവച്ചു. പേടിച്ചുപോയി. നോക്കിയപ്പം പുള്ളിയാ എന്നാ സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കരുത്. സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ആ മനുഷ്യൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. മറവി ഇല്ലാത്തവർ ഈ ഭൂമിയിലുണ്ടല്ലോ. ക്രിസ്മസൊക്കെ ഒന്ന് ഓർക്കാനാണ്. എന്താണ് നമ്മൾ ഓർക്കുക? മനുഷ്യനായി തീർന്ന ദൈവത്തെ ഓർക്കാൻ. മനുഷ്യനായി തീർന്ന ദൈവത്തെ ഓർക്കാൻ. അങ്ങനെയെങ്കിൽ മറക്കരുത്, അനാഥത്വം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും എല്ലാം കുറേ നേരം കൂടെ ഒക്കെ ഒന്ന് ഇരിക്കാൻ, കുറേ നേരം കൂടെ ഒന്ന് ഇരിക്കാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിച്ച്. പേരൻസ് ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ 18ാമത്തെ ദിവസം കരമുയർത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എത്ര തിരക്കാണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്മസൊക്കെ വരികയാണ്. നമ്മൾ ക്രിസ്മസിനെ ആ നിലകളിൽ കാണുന്നവരല്ല എങ്കിലും ക്രിസ്മസ് ദൈവം ചെയ്ത ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. മനുഷ്യനായി തീർന്ന ദൈവം. അങ്ങേക്കും വേണമായിരുന്നു ഒരു ജോസഫിനെയും മറിയത്തെ, ഒരു അഡ്രസ്സ് വേണമായിരുന്നു. തച്ചൻ്റെ മകനാണെങ്കിലും അതൊരു അഡ്രസ്സല്ലായിരുന്നു. ആ അഡ്രസ്സല്ലേ നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. മൈ ബോസ് ജൂവിഷ് കാർപ്പൻ്റർ. കുറച്ചൊക്കെ പോയിരിക്കാനും കുറേ നേരം ഒന്ന് ഈ ന്യൂ ഇയറിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതോടൊക്കെ തീരുമാനിക്കുക. കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, എന്നും പ്രാർത്ഥിച്ചോണേ, മരിച്ചു പോകരുതേന്ന്. മരിച്ചു പോയാൽ ഒരാളും നിന്നെ തിരക്കാൻ കാണില്ല. നീ വരുന്നതും പോകുന്നതും അറിയാൻ ഒരാൾ കാണില്ല കുഞ്ഞെ. ഈ കൂട്ടുകാരൊക്കെ വെറും ഭ്രമം, വെറും ഭ്രമം. അതുകൊണ്ട് തന്നെയാണ് കടാക്കട മുരുകൻ പാടുന്നത്, ഭ്രമമാണ് പ്രണയം, ഭ്രമമാണ് പ്രണയം. വെറും ഭ്രമം, വെറും ഭ്രമം. അതുകൊണ്ട് ഭ്രമമല്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് പേരൻസ്. പേരൻസ് മറക്കരുത്. അനാഥരാകുന്നതിന് മുമ്പ്, എനിക്കാരുമില്ലെന്ന് തോന്നുന്നതിന് മുമ്പ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ നമുക്ക് മക്കളുണ്ടെങ്കിലും അവർ പോയാൽ നമ്മളനാഥരാ. അവൾ അനാഥ, അവൾ അനാഥ. ഇനിയുമാണ് ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. അനാഥയായ ഒരു പെൺകുട്ടിയുടെ ചരിത്രം. അത് പാടുമ്പോഴാണ്, ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനം, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനം, വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ നമ്മുടെ ദൈവം. ഇന്നും എന്തുമാത്രം പുതിയ പുതിയ പാട്ടുകൾ വരുന്നു. ഓരോ സീസണെയും വൈറലാക്കിക്കൊണ്ട് എന്തുമാത്രം പാട്ട് വന്നിട്ടും മലയാളി ഉണ്ടോ? മലയാളി ക്രൈസ്തവം വേണമെന്നില്ല, മലയാളി ഉണ്ടോ അറിയാതെ പാടും, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനം, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവിയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ അനാഥരെ സനാഥരാക്കുന്ന ഒരു ദൈവം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ
നിതേ ഞാൻ നിന്നെ ഒരു നാളും അനാഥനാ വീടുകില്ലെന്നരുളിയ കരുണാനിധേ എൻ കാരം പിടിച്ചനുദീന മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദീന മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും. പ്രിയരെ, അനാഥരുടെ ദൈവത്തെ കാണുകയാണ് ഇവിടെ. എസ്തേറിൻ്റെ ചരിത്രം അനാഥയുടെ ചരിത്രമാണെങ്കിൽ അവിടെ കാണുന്നത് അനാഥയുടെ ദൈവമാണ്. ഏത് അനാഥയും സനാഥനാക്കുന്ന, ഏത് പിതാവില്ലാത്തവർക്കും മാതാവില്ലാത്തവർക്കും നല്ല പിതാവും മാതാവുമാകുന്ന ദൈവം മനുഷ്യരിലൂടെ അവരെ രക്ഷിക്കുക. അതാണ് എസ്തേറിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചരിത്രം. എനിക്കറിയാവുന്ന ഒരു കെനിയൻ സുഹൃത്ത്, അദ്ദേഹം വളരെ മിടുക്കനായ വളരെ നല്ല പ്രഭാഷകനാണ്. അതിഗംഭീരമായി പ്രസംഗിക്കും. ഭയങ്കര ആശയങ്ങളാണ്, ഭയങ്കര അഭിഷേകമാണ്, ഭയങ്കര അധികാരമാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി വലിയ ആദരവാണ്. ഒരു കൊച്ചു ചെറുക്കൻ, റീസെൻറ്റ് മാരീഡാണ്. ഇന്ത്യയിൽ വന്നാണ് മാസ്റ്റേഴ്സ് എടുക്കുന്നത്. കെനിയൻസ്, ആഫ്രിക്കൻ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേര് നമുക്ക് ബാംഗ്ലൂർ അവിടെയൊക്കെ ചെന്നാൽ പഠിക്കാൻ വരുന്ന കാണാം. അങ്ങനെ ഇന്ത്യയിൽ വന്ന് മാസ്റ്റേഴ്സ് എടുത്ത ഈ സുഹൃത്ത് നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായി. പലപ്പോഴും വീട്ടിൽ വരും, ശുശ്രൂഷിക്കും. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പരിഭാഷപ്പെടുത്തുകയാണ്. മണിക്കൂറുകൾ അദ്ദേഹം നിൽക്കും. പുള്ളിയുടെ നിന്നാൽ നമ്മൾ തളർന്നു പോകും. 3-4 മണിക്കൂറൊക്കെ നിന്ന് അതിശക്തമായി ഒരേ സ്പ്രിങ് നിന്ന് ശുശ്രൂഷിക്കും. അവർ ആഫ്രിക്കൻ സ്റ്റൈലിലുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നല്ല വചനമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഒരാളല്ല ഞാൻ. ഒരു പക്ഷേ നിങ്ങളെന്നെ ഒരു വലിയ പ്രഭാഷകനായി, പ്രസംഗകനായി, രോഗശാന്തിക്കാരനായി കാണുക. പക്ഷേ എൻ്റെ ബാല്യം അതല്ല. അപ്പനാരെന്നറിയാതെ ജനിച്ചവനാണ് ഞാൻ. അമ്മയുടെ ഉദരത്തിൽ ആരോ എന്നെ നിക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെ അപ്പൻ ആരെന്നറിയാതെ വളർന്നതുകൊണ്ട് അതിൻ്റെ മുഴുവൻ നിന്ദയും സഹിച്ചു. ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് പലപ്പോഴും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പലപ്പോഴും കീറിയ നിക്കറിട്ട് കൊണ്ടുപോകുമ്പം കൂട്ടുകാർ കളിയാക്കി. ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കർത്താവിനെ അറിഞ്ഞു. അന്നൊരു തീരുമാനമെടുത്തു, ഇനി അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, ഓരോ ആവശ്യം ചെന്ന് അമ്മയോട് പറയില്ല. അന്നോട്ടെല്ലാം ദൈവത്തോടായി. ദൈവം അവന് പിതാവായി. വർഷങ്ങൾ മുമ്പോട്ട് പോയി, മിടുക്കനായി, പഠിച്ചു, ഇന്ത്യയിൽ വന്നു, ശുശ്രൂഷകനായി, മിടുക്കനായി, ആരോഗ്യവാനായി. ഒരു ദിവസം ജന്മം കൊടുത്ത അപ്പനെ നേരെ കാണുകയാണ്. അന്നത്തെ ഈ അപ്പൻ പടുവൃദ്ധനായി, അനാരോഗ്യവാനായി. അപ്പന് ഭയപ്പെട്ടാണ് ഈ മകൻ്റെ മുമ്പിൽ നിൽക്കുക. ഏത് നിമിഷവും ഇവൻ്റെ ബലിഷ്ഠമായ കരം അപ്പൻ്റെ കഴുത്തിൽ പിടിക്കും. പക്ഷെ ആ മകൻ പിടിച്ചില്ല. മകൻ അപ്പനെ കൂട്ടിക്കൊണ്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ബൊഫേ കൊടുത്തു. ഏറ്റവും നല്ല ബൊഫേ എടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ന്യൂ ബ്രാൻഡ് ഷർട്ടും പാൻറ്റും ഒക്കെ മേടിച്ചു കൊടുക്കുകയാണ്. നിർബന്ധിച്ചെടുപ്പിക്കുകയാണ്. അപ്പം വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. നീ എന്തിനെ കുഞ്ഞെ ഇങ്ങനെ ചെയ്യുക? നിനക്കൊരു മുട്ടായി മേടിച്ച് തരാത്ത, നിന്നെ ഒരു നേരം സ്കൂളിൽ കൊണ്ടാക്കാത്ത എന്നോട് എന്തിനാ നീ ഇങ്ങനെ ചെയ്യുക? നീ എന്നെ ഉപദ്രവിക്കുകയല്ലേ? അവൻ അപ്പനോടൊരു കാര്യം പറഞ്ഞു. അപ്പൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, എൻ്റെ ഫീസ് അടച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും മിസ്സായേനെ. ഈ അപ്പനെ എനിക്ക് മിസ്സായേനെ. അപ്പൻ നിഷേധിച്ച സകല സ്നേഹവും വാരിക്കോരി തന്ന ഒരു പിതാവ് എനിക്കുണ്ട്. അനാഥരുടെ പിതാവ്. ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുക. ഇവിടെ എസ്തേർ എന്ന പെൺകുട്ടി അനാഥയായി മാറി. ഇവിടെയാണ് ഞാൻ വീണ്ടും ചിന്തിക്കുക, മൊർദെഖായി വിളിക്കുകയാണ്. മൊർദെഖായി ഈ പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തെന്നാണ്. അവളെ തനിക്ക് ആരായിട്ടെടുത്തു? മകളായിട്ടെടുത്തു. അങ്ങനെയെങ്കിൽ ലോകത്ത് ആദ്യം അഡോപ്ഷൻ നടത്തിയത് ആരായിരിക്കും? മൊർദെഖായി. ആരായിരിക്കും അഡോപ്റ്റഡ്? പെൺകുട്ടിയുടെ പേര് എസ്തേർ. അഡോപ്ഷൻ ആരുടെ മുമ്പിലായിരിക്കും? പിതാവിൻ്റെ മുമ്പിലായിരിക്കും. ഇന്ന് നമുക്കറിയാം, അനാഥ കുട്ടികളെ ഇപ്പോഴൊക്കെയാണ് പിന്നെ അവരെയൊക്കെ അബ്യൂസൊക്കെ ചെയ്താൽ പ്രശ്നം വരുന്നത്. പക്ഷേ ഒരു കാലം മുമ്പ് പെൺകുട്ടി, ആൺകുട്ടിയുമല്ല, പെൺകുട്ടിയുടെ ശബ്ദം ആര് കേൾക്കാൻ? അതോടൊപ്പം അനാഥ. ഇവിടെ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ്. ചിറ്റപ്പൻ എന്ന് പറയുമ്പം അങ്കിളാണ്, പെറ്റേണൽ അങ്കിളായിരിക്കണം. ഇപ്പം പെറ്റേണൽ അങ്കിളായിട്ടുള്ളപ്പോൾ ഉപ്പാപ്പൻ്റെ മകളോ വല്ലമായിരിക്കണം. അപ്പോൾ ഇവൻ ഈ മൊർദെഖായി ആ വീട്ടിലെ മൂത്ത കസിനായിരിക്കും. കസിനാണ്. നമുക്ക് ഈ കസിൻ എന്നൊക്കെ പറയുന്ന വാക്കിന്ന് ഉപയോഗിക്കാറില്ലേ, കസിൻ. പക്ഷേ ഈ കസിൻ ഇന്ന് അപ്പനായി മാറുകയാണ്.
ഞാൻ ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. കസിൻസിനാൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒത്തിരി മക്കളെ എനിക്കറിയാം. ഒത്തിരി പേരോടും ചരിത്രം ചോദിച്ചാൽ, എന്തിനേറെ പ്രായമുള്ളവർ പോലും പറയും ആദ്യമായിട്ട് അബ്യൂസ് ഉണ്ടാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, അമ്മ വീട്ടിൽ വെച്ച്, അപ്പാപ്പൻ്റെ വീട്ടിൽ വെച്ച്, കുടുംബത്തിൽ വെച്ച്. കൊച്ചു പിള്ളേരെ ചച്ചാച്ചന്മാരെ ആക്കിയിട്ട് പോയപ്പോൾ അബ്യൂസ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ഞാൻ മോർദെഖായിയെ കണ്ടു, അനാഥയായ പെൺകുട്ടിയെ ഒരു അബ്യൂസ് ചെയ്യാതെ സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യൻ. ഈ ചെറിയ മനുഷ്യരെ വലിയ മനുഷ്യരാക്കുന്ന തീരുമാനങ്ങളാണ്. അനാഥയെ അബ്യൂസ് ചെയ്ത് ആര് ചോദിക്കാൻ? അവൾ രൂപവതിയാണ്, സൗന്ദര്യവതിയാണ്. പക്ഷെ അവൻ തീരുമാനിച്ചു, ഒരു കാരണവശാലും അവളെ ഞാൻ അബ്യൂസ് ചെയ്യത്തില്ല. ഒരു കാര്യം ഓർത്തോണം, ചെറിയ തീരുമാനങ്ങളാണ് നാളെ ദൈവം മാനിക്കുന്നത്. ചെറിയ തീരുമാനങ്ങൾ മൊർദെഖായിയെ ദൈവം മാനിക്കുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി പരസ്യത്തിലുള്ള ഒരു ആദരവായിട്ട് മാറി. രഹസ്യത്തിലെ വിശുദ്ധി പരസ്യത്തിലെ ആദരവായി. രഹസ്യത്തിലെ വിശുദ്ധി പരസ്യത്തിലെ ആദരവായി. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. രഹസ്യം. 2 സങ്കീർത്തനം 41:1. എന്താണ് സങ്കീർത്തനം 41:1? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ അവനോട്. സങ്കീർത്തനം 41:1 പ്രകാരം മത്തായി സുവിശേഷം 25 പ്രകാരം 25-ാം അധ്യായത്തിൽ കാണുന്നു, മനുഷ്യപുത്രൻ വന്നിട്ട് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും, എന്നിട്ട് ജനത്തെ രണ്ടായി തിരിക്കും, ഇടത്തും വലത്തുമായിട്ട്. ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ തന്നു. ശ്രദ്ധിച്ചേ, ചോദ്യപേപ്പർ നേരത്തെ ഇട്ടാൽ പരീക്ഷ എന്തായി പോവും? ചോദ്യപേപ്പർ ഔട്ടായാൽ പരീക്ഷ എന്താവും? ക്യാൻസൽ ചെയ്യോ? നീറ്റിൻ്റെയൊക്കെ വിഷയം കണ്ടില്ലേ? ചോദ്യപേപ്പർ നേരത്തെ ഇട്ടാൽ പരീക്ഷ എക്സാം എന്ത് ചെയ്യും? ലീക്കായ. എന്നാൽ ചോദ്യപേപ്പർ നേരത്തെ ഇട്ട ഒരു പരീക്ഷയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമോ? ചോദ്യം ഇതാണ്: ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, പരദേശിയായിരുന്നു. ഇങ്ങനെ കുറേ ചോദ്യം, 6 ചോദ്യം. 6 ചോദ്യത്തിന് ഉത്തരം എപ്പോഴാണ് കർത്താവേ? ഈ പറ ഈ ചെറിയവർക്ക്. അപ്പം ചെറിയവർക്ക് ചെയ്തത് ആർക്ക് ചെയ്തതാ? അങ്ങനെയെങ്കിൽ ഇവൾ അനാഥയായിരുന്നു. 2 പ്രിൻസിപ്പിളാണ് അവിടെ മൊർദെഖായി ചെയ്യുക. 1, മൂത്തവരെ അമ്മമാരെ പോലെയും ഇളയവരെ പൂർണ്ണ നിർമ്മലതയിൽ സഹോദരിമാരെ പോലെയും കാണണമെന്നുള്ള ബൈബിൾ വാക്യം. 2, എളിയവനെ ആദരിക്കുന്നവൻ. 3, ചെറിയവർക്ക് ചെയ്തത് എനിക്ക്. ഈ വലിയ മനുഷ്യൻ പ്രവാസിയാണ്, അവിടെ വലിയ പേരും പെരുമയൊന്നുള്ളവനല്ല. പക്ഷേ മൊർദെഖായി ഈ പെൺകുട്ടിയെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ മൊർദെഖായിയുടെ ഒരു സൂക്ഷ്മതയിൽ ഈ പെൺകുട്ടി വളർത്തപ്പെട്ടപ്പോഴാണ് ആര് പുറത്താക്കപ്പെട്ടത്? വസ്തി കൊണ്ട് കൊടുത്തു, അവിടെ പേരൂടെ. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവളെ കൊണ്ടുവന്ന് അവിടെ ആക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, നേരെ ചെന്ന് രാജാവിനെ കാണിക്കത്തില്ല. ഈ പെൺകുട്ടിയെ സൗന്ദര്യവതിയൊക്കെ ആക്കി വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്ത് രാജാവിൻ്റെ അടുക്ക കൊണ്ട് നിർത്തും. 127 സംസ്ഥാനങ്ങളുടെ രാജാവല്ലേ, അഹശ്വേരോശ് രാജാവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനുമുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തത് 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധവർഗം. അപ്പോൾ കണ്ടോ, 12 മാസം, പിന്നെ 6 മാസം മൂർത്തൈലം, സുഗന്ധതൈലം. എന്തിനാ? ആരെടുക്ക പോയി നിൽക്കാനാ? രാജാവിൻ്റെ അടുക്ക പോയി നിൽക്കുക. വെറും ഒരു രാജാവ്, വെറും രാജാവല്ല, അഹശ്വേരോശ് രാജാവ്, 127 സംസ്ഥാനങ്ങളുടെ രാജാവെന്നേ ഉള്ളൂ. ആ രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഇത്രയും ഒരുക്കം വേണോ? ഇത്രയും മാസം. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പം പെൺകുട്ടിയെ രാവിലെ 3 മണിക്കോ 4 മണിക്കോ ഒരുക്കാൻ കൊണ്ടുപോകുന്നതിന് എന്ത് പാടുപെട്ട. പിന്നെ വന്ന ആ കുട്ടിയുടെ ഇടപാട് തെറ്റു അന്നത്തെ ദിവസം. പക്ഷേ ഇത് ഈ 12 മാസം, പിന്നെ ശുദ്ധീകരണം, 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധതൈലം. എന്തിനാ? ഒരു ദിവസം അവൾ അവിടെ പോയി നിൽക്കണം, അവനിഷ്ടം തോന്നണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനുമായ കർത്താവ് നമ്മളെ സ്വീകരിക്കാൻ വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ എന്തുമാത്രം ഒരുക്കം നമുക്ക് വേണം. ആ ഒരുക്കം ഒറ്റ ഒരുക്കമാണ്, വിശുദ്ധിയുടെ ഒരു ഒരുക്കമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഒരുക്കുക, വചനമാണ് നമ്മളെ ഒരുക്കുക, വചനത്താൽ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ. എന്തിനാ? എൻ്റെ ജഡീകതകളെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്.
അങ്ങനെ ഒരുക്കുന്ന ഒരു കുട്ടിക്ക് വ്യക്തിക്ക് മാത്രമേ അവിടെ പോയി നിൽക്കാനൊക്കത്തുള്ളൂ. അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കൊറ്റ കാര്യം പറയണം, കർത്താവേ, വലിയ കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും അത്യൽപ്പത്തി വിശ്വസ്തനായിരുന്നെങ്കിൽ തമ്പുരാൻ അന്ന് പാടും, നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. അതാഗ്രഹമുള്ളവരൊക്കെ ഈ 18-ാം ദിവസം കരമൊന്ന് ഉയർത്തി. നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. പ്രിയമുള്ളവരെ, മറക്കരുത്, ഒരു ദിവസം ഞാനും നിങ്ങളുമെല്ലാം അവിടെ പോയി നിൽക്കണം. അന്ന് ലജ്ജിതനായി തീരാതിരിക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ ഒരുക്കത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം ഒരുക്കുകയാണ്. എന്തിനാ? കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ. എന്തിനാണ് ഈ ഉപവാസ പ്രാർത്ഥന? ആ ദിവസത്തിന് വേണ്ടി നമ്മെ ഒരുക്കാനാ. എന്തിനാണ് വചന പ്രസംഗം? ആ ദിവസത്തിന് വേണ്ടി നമ്മെ ഒരുക്കാൻ വേണ്ടിയാ. യേശുവേ, എന്നെ ഒരുക്കണം. അങ്ങനെ ഈ കുട്ടി എന്തുമാത്രം ഒരുക്കത്തോടു കൂടി ആയിരിക്കണം അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ രാജാവിന് അവളെ ബോധിക്കണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അവൾ പോവുകയാണ്. പോകുമ്പോൾ അവിടെ ഇരിക്കുന്നു. അവൾ പോകുമ്പോൾ എന്തു വേണമെങ്കിലും ചോദിക്കാം. കാരണം തെളിവ് 12-ാം വാക്യം, 6 മാസം മൂർത്തയിലും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളെ കൊണ്ട് അവിടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തിക്ക് അഹസ്വേരോസ് രാജാവിൻ്റെ സന്നിധി ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധി ചെല്ലും. 13-ാം വാക്യം, അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലതും അവൾക്ക് എന്തു ചെയ്യും? കൊടുക്കും. സകലതും കൊടുക്കും. എന്തും ചോദിക്കാം. നമ്മളൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തും ചോദിക്കാം. സാധാരണ ഇങ്ങനെ ഒരുക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൂടുതലും ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? പക്ഷേ ഇന്നത്തെ പെൺകുട്ടി വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ ആൺപിള്ളേരോട്. പെൺപിള്ളേരിപ്പോൾ വളരെ ആഭരണമൊക്കെ കൂടുതലിടുവോ കുറവിടുവോ? കുറച്ചെന്നല്ല, ചിലയിടത്തൊക്കെ വെച്ച് ഒന്നുമില്ല, കഴുത്തിലും ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഞാനിടത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് മോളെ. അവരെന്നെ തല്ലി, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ഞാനോർത്ത് പെന്തക്കോസ്താന്ന്, പക്ഷെ അത് പെന്തക്കോസൊന്നും അല്ലായിരുന്നു. എൻ്റെ പൊന്നെ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇടാത്ത പിള്ളേരെ കണ്ടിട്ടില്ലേ? അവരൊന്നും ഇടത്തില്ല. അവർ വളരെ സിമ്പിളാണ്. പൗഡർ പോലും ഇടാതൊക്കെ പൊക്കളെ മുടി കെട്ടിവെക്കും, അല്ലെങ്കിൽ എന്തോ ചെയ്യും, ബോബൊക്കെ ചെയ്ത് കളയും. നല്ല ബോയ് കട്ടൊക്കെ കെട്ട് ചെയ്ത്. ഞാൻ സാറിന് പറയാറുണ്ട്, ഞങ്ങളുടെ അതുവഴി ഇന്ന് മൂന്നാറിനൊക്കെ ഈ പിള്ളേർ സോളോ ട്രിപ്പ് പോകും, ഒറ്റയ്ക്ക് ബുള്ളറ്റിലൊക്കെ. മുടിയൊക്കെ മുറിച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് ചെറിയ നിക്കറൊക്കെ ഇട്ട് അവൾ പോവുകയാണ്. അപ്പം ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, നീ എന്ത് ഊരിനായി പോകുന്നേ? അങ്ങളെ ഡാണ്ട് പറയും, പെപ്പർ സ്പ്രേ ഉണ്ട്, പിച്ചാത്തി ഉണ്ടെന്ന്. അവിടെ എല്ലാം അടുത്തിയല്ലേ പിള്ളേരെ അമ്മയുടെ അടിച്ച് ഇതിൻ്റെ കണ്ണ് പൊട്ടിക്കളയും. പെപ്പർ സ്പ്രേയും പിച്ചാത്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ടാണ് പോവുക. അവളിങ്ങനെ പെപ്പർ സ്പ്രേയും പിച്ചാത്തിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ പുറകെ ഒരുത്താൻ പോവുക. ഇവിടെയും കുടുക്കിട്ട് ഇവിടെയും കുടുക്കിട്ട് അവൻ്റെ മുടി കണ്ടിട്ട് ഇവിടെ കെട്ടി വെച്ച് അവിടെ പുറകെ അവനിങ്ങനെ ഒരു ക്രീമൊക്കെ ഇട്ടൊരു പോക്കുണ്ട്. അയ്യേ, കണ്ട. അപ്പോൾ ഇതാണ് ഈ പെൺകുട്ടി. വളരെ സിമ്പിളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് എന്തും ചോദിക്കാം. അവൾ സത്യത്തിൽ ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തും ചോദിക്കാം. പക്ഷേ അടുത്തൊരു വാക്കി കാണുന്നു, അവൾ എന്തുകൊണ്ടായിരിക്കണം? അവിടെ തേൻ വന്നപ്പോൾ, മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും 15-ാം വാക്യം അന്തഃപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തും ചോദിക്കാമായിരുന്നു, പക്ഷെ അവളൊന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? ക്രിസ്മസിൻ്റെ കാലമാണ്. നമ്മൾ ഓർക്കണം, വളരെ പരിമിതിയുള്ള ലളിത്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഈ പെൺകുട്ടി. ക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ഒരു ലാളിത്യത്തിൻ്റെ സൗന്ദര്യമുണ്ട്. മുഴുവൻ പുൽക്കൂട്, മൃഗങ്ങൾ, വലിയ AC മുറിയൊന്നും ഇല്ല. പിന്നെ ഇവിടെ സാധാരണക്കാരന് സാധാരണയായി ക്രിസ്തു. ഇവൾ മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. എന്തുണ്ടായിരുന്നു? മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവളെ അവിടെ ചരിത്രം, വേദപുസ്തകത്തിൻ്റെ ചരിത്രമായത്. ഒന്ന്, അവൾ അനാഥയായിരുന്നു. 2, അവൾ എന്തായിരുന്നു?
മിതത്വമുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാവരും പറഞ്ഞേ എന്തെന്നായിരുന്നു? മിതത്വം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗാന്ധി ജയന്തിക്ക് വേണ്ടി സമയത്ത് എനിക്കൊരു ടാസ്ക് വന്നു. ക്രിസ്തുവും ഗാന്ധിയെ സ്വാധീനിച്ച ക്രിസ്തു അതിനെപ്പറ്റിയുള്ള പ്രഭാഷണം നടത്തണം. അങ്ങനെ ആ പ്രഭാഷണം നടത്താൻ വേണ്ടി എളിവൻ കുറേ പഠിച്ചു, കുറേ വായിച്ചായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ കുറേ വായിച്ച് ഗാന്ധിയുടെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളും അതിൻ്റെ ക്രിസ്തു എങ്ങനെ തന്നെ സ്വാധീനിച്ചെന്നെല്ലാം ഉള്ള ആ വായനയിൽ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്, ഏത് കാര്യം എടുത്താലും ഗാന്ധിജിയുടെ പ്രിൻസിപ്പിളുണ്ട്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എന്തെടുത്താലും ചോദിക്കുക, ക്യാൻ ഐ മാനേജ്. തട്ടി ഉണർത്തി ഉറങ്ങരുത്, എൻ്റെ മുമ്പിൽ നിന്ന് ഉറങ്ങിയാൽ ഞാനങ്ങ് ഉറങ്ങിപ്പോത്തില്ലേ. കാരണം ഡ്രൈവർ എൻ്റെ സൈഡിൽ ഇരുന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. ആരുറങ്ങിപ്പോകും. പണ്ടൊരു ഉപദേശം പറഞ്ഞു, വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ കിടന്നുകൊണ്ട് കേട്ടോളാം. എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങിയാൽ ഞാൻ എന്തോ ചെയ്യും, എനിക്കാണ് നിന്നുറങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങരുത് ആരുവേ. അപ്പം ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എല്ലാവരും പറഞ്ഞേ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എന്തെടുത്താലും ചോദിക്കുക. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് ഇടയ്ക്ക് ലുലു വരെ പോയി. അത് ഞങ്ങൾക്ക് എറണാകുളത്തുനിന്ന് പോകണമായിരുന്നു. പോയിട്ട് അവിടെ കുറേ സാധനമൊക്കെ മേടിക്കാമെന്നുള്ള ചിന്തയെ പോയതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എനിക്കറിയാമെന്ന് അവൾക്കറിയില്ല. ഞാനത് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഓരോ സാധനം മേടിക്കുമ്പോൾ എടുക്കിട്ട് ചുമ്മാ ഒന്ന് ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. കയറിപ്പോയപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, മറക്കരുത്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. 1.5 മണിക്കൂർ അതുവഴി നടന്നിട്ട് ഒന്നും മേടിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എറണാകുളം വരെ കെട്ടിയെഴുന്നള്ളി വന്നപ്പോഴാണ് ഒരു ഫിലോസഫി. ദണ്ണം കൊണ്ട് അവൾ എന്നോട് ചോദിച്ചു, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ? ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒന്നും മേടിച്ചില്ല. സത്യത്തിൽ 2 വട്ടം 3 വട്ടം ചോദിച്ചാൽ പല കാര്യവും മേടിക്കുമോ? ഇല്ല. 2 വട്ടം 3 വട്ടം ചോദിച്ചാൽ നമുക്ക് പലതും വേണമെന്ന് തോന്നുമോ? ഇല്ല. വേണമെന്ന് തോന്നുമോ? ഇല്ല. ഒരു ഫോണുണ്ട്, iPhone 17 ഇറങ്ങി, അല്ലെങ്കിൽ 18 ഇറങ്ങി, ഇപ്പോൾ ഇരിക്കുന്നത് 14. കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3 വട്ടം ചോദിച്ചാൽ മേടിക്കേണ്ടി വരുമോ? ഇല്ല. ആ പൈസ കൊണ്ട് ഒരു കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാം. അപ്പം മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ആര്? എസ്തേർ. എല്ലാവരും പറഞ്ഞേ, എസ്തേർ എന്തുണ്ടായിരുന്നു? താൻ തന്നെയല്ല, ഇത്രയും സാധ്യത ആഗ്രഹങ്ങൾ തൻ്റെ മുമ്പിൽ ഫ്രീ ആയിട്ട് കിടന്നിട്ടും എടുത്തോ? ഇല്ല. ആ വലിയ മനസ്സാണ് ദൈവം മാനിക്കുന്നത്. ദൈവം ആരുടെ ദൈവമാണ്? എളിമയുള്ളവരുടെ ദൈവമാണ്. ദൈവം ആരുടെ ദൈവമാണ്? സിംപ്ലിസിറ്റി ഉള്ളവരുടെ ദൈവമാണ്. ഇന്ന് സത്യത്തിൽ സിംപ്ലിസിറ്റി ഒന്നും പ്രസംഗിക്കപ്പെടാറില്ല, ലളിത ജീവിതം പ്രസംഗിക്കപ്പെടാറില്ല. ഇവിടെ നാം കാണുന്നു, ഇത് മറക്കരുതേ, ഏതെടുത്താലും ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിതൗട്ട് ദിസ്. ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. ഒരു വിത്തൗട്ട് ദിസ്. പക്ഷേ ഭാര്യയോട് മാത്രം പറയരുത്, ഭർത്താവിനോടും പറയരുത്. ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. അപ്പോൾ അവിടെ ഇവളിത് കൊണ്ട് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് രാജാവിന് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവിടെ തലയിൽ എന്തോ വെച്ചു, രാജകിരീടം വെച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുക. രാജകിരീടം, 17-ാം വാക്യം, രാജകിരീടം വെച്ചു. എല്ലാവരും പറഞ്ഞ് എന്ത് വെച്ചു? വെച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു കാര്യം ഈ എസ്തേറിൻ്റെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. മൊർദെഖായി പറഞ്ഞതുപോലെ തൻ്റെ കുലവും ജാതിയും ഒന്നും അവൾ അറിയിച്ചില്ല. ഇനിയും എസ്തേർ 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, മൊർദെഖായുടെ അടുക്കൽ വളർന്ന പോലത്തെ പിന്നെയും അവൻ്റെ എന്ത് ചെയ്തു? കൽപ്പന അനുസരിച്ച്. എല്ലാവരും പറഞ്ഞ്, വളർന്ന പോലെ തന്നെ പിന്നെയും അവൻ്റെ എന്ത് ചെയ്തു? കൽപ്പന അനുസരിച്ച്. ഞാൻ ഈ സാധാരണക്കാരിയായ പെൺകുട്ടി കണ്ട രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത, 1, അവൾ അനാഥിയായിരുന്നു. 2, അവൾ ലളിതമുള്ളവളായിരുന്നു, മിതത്വമുള്ളവളായിരുന്നു. 3-ാമത്തെ ഒരു കാര്യമാണ്, മൊർദെഖായി രാജ്ഞിയായി, പെട്ടെന്നൊരു രാജ്ഞിയായി അവൾ. ഒറ്റ നിമിഷം കൊണ്ട് അവൾ അങ്ങനെ മാറി. അവൾ ആരായി? രാജ്ഞിയായി, ചക്രവർത്തിയുടെ രാജ്ഞിയായി. അപ്പം പിന്നെ അവൾ ആരാ? പക്ഷേ അവൾ അപ്പോഴും ആര് പറഞ്ഞത് കേട്ടു? എന്നത്തെ പോലെ, പണ്ടത്തെ പോലെ. ഇവളും ഞാൻ കണ്ടൊരു പ്രത്യേകത, വന്ന വഴി മറക്കാത്തൊരു പെൺകുട്ടിയാണ്. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വന്ന വഴി മറക്കരുത്. വന്ന വഴി മാത്രമല്ല അവൾ മറക്കാഞ്ഞത്, വളർത്തിയവരെ എന്ത് ചെയ്തില്ല? മറന്നില്ല. വളർത്തിയവരെ എന്ത് ചെയ്തില്ല? പി കേശവദേവൻ്റെ മനോഹരമായൊരു നോവലുണ്ട്, ഓടയിൽ നിന്ന്. ആ ഓടയിൽ നിന്ന് അവസാനം പറയുന്നത് ഇങ്ങനെയാണ്. ഓടയിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടി അവസാനം അവൾ വലിയൊരു നിലയിലെത്തുമ്പോൾ ഇയാളെ അവൾക്ക് പുച്ഛമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ അവനില്ല. അമ്മയ്ക്കും മോക്കും
അന്ന് ആ റിക്ഷാക്കാരനെ പുച്ഛമാകുന്നുണ്ട്. അവസാനം അവൻ്റെ മുറിയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ചുമ ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് പറഞ്ഞാണ് നോവൽ അവസാനിപ്പിക്കുക. ഓടയിൽ നിന്ന് മനുഷ്യരൊക്കെ വന്ന വഴി മറക്കും, വളർത്തിയവരെ മറക്കും. പക്ഷേ ഈ പെൺകുട്ടി ഞാൻ കണ്ടൊരു പ്രത്യേകത, വന്ന വഴി മറന്നില്ല, വളർത്തിയവരെ എന്ത് ചെയ്തില്ല, മറന്നില്ല. മറക്കരുത്. എത്ര ഉയർത്തിയാലും എത്ര ഉയർന്നാലും ഞാൻ വന്ന വഴി മറക്കായി. വളർത്തിയവരെ മറന്നാൽ അഹങ്കാരിയായി മാറും. അഹങ്കാരിയാകാതിരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഓർക്കണം, വന്ന വഴികളെ ഓർക്കണം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ അവൾ മിതത്വമുള്ള പെൺകുട്ടി. 2, അവൾ വന്ന വഴി മറക്കാത്തവൾ. എല്ലാവരും പറഞ്ഞേ, എന്ത് മറന്നില്ല? വന്ന വഴി മറന്നില്ല. പലപ്പോഴും നമ്മളുടെ ഒരു പ്രത്യേകത, ഇച്ചിരി വലുതായാൽ വന്ന വഴി മറക്കും. മറക്കരുത്. എന്നപ്പാ എന്ത് ഗമയൊക്കെയാണ്. എനിക്കങ്ങ് സങ്കടം വരും. ചിലരൊക്കെ നമ്മളെക്കാൾ അവിടെ ആ ശൈലി മിണ്ടാനൊക്കെ ഉള്ളൊരു എന്നെ ഗമയൊക്കെയാണേ. അയ്യോ, ഈ ഗമയുള്ളവരെയൊക്കെ എനിക്കങ്ങ് സങ്കടം വരും ചിലപ്പോൾ. ഇപ്പോൾ ഈ ഞങ്ങളിങ്ങനെ അടുത്ത് പോകുമ്പോൾ എന്നോട് ഒരാൾ, ഇപ്പം പുള്ളി വലിയ ആളാണ്, പേരും പെരുമയൊക്കെ ആയി. അപ്പം പഴയ കുറേ കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പം പുള്ളി സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണേ, ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പഴയ പോലെയും നോക്കത്തില്ല. എന്താ സ്റ്റാറ്റസ്? എൻ്റെ സ്റ്റാറ്റസ് സാധാരണ പറഞ്ഞൊരു കഥയുണ്ട്, നടന്ന കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ബാങ്കിൽ ഇരിക്കുക, ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ ഇരിക്കുക. അപ്പം ഈ മാനേജർ പുള്ളിയുടെ സുഹൃത്താണ്, ഒരു പട്ടരാണ്ട, അതായത് വലിയ ഹൈ കാസ്റ്റ് ഒരാളാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു വലിയ പാസ്റ്റർ അവിടെ വന്നു. പുള്ളി പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നേ, വലിയ ഡോളറും ഡ്രാഫ്റ്റും ഒക്കെ മാറാൻ വന്ന. അപ്പോൾ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇവനൊരു ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് ചെറിയ ഉണ്ടല്ലോ, പഠിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി കുഴപ്പമൊക്കെ ആയിട്ട് നടക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ ഇനി ഒന്ന് പോയി പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ദേവദാസനെ പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇവനെ അടിപൊളി കുറേ നേരം ഇങ്ങനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ പറഞ്ഞു, അച്ചായ ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസ് ലോർഡ് പറയാമെന്ന് ചോദിച്ചു. ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ. പെട്ടെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഇത് എന്തോ കാര്യത്തിനാപ്പാ. ഒരു പാർട്ടി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങ് സങ്കടം വന്നേ. ഒത്തിരി പേരുണ്ട്, പുള്ളി എനിക്കറിയാവുന്ന ആളല്ലേ. ഞാനൊരു കാര്യം ചെയ്തു, ചെന്നങ്ങ് കില്ല് കിട്ടും. അതോടെ പുള്ളിയുടെ സകല ചാടാൻ തീർന്നു. അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? പുള്ളി ഇങ്ങനെ അങ്ങനെ മസിൽ പിടിച്ചൊക്കെ ജീവിക്കരുത്, അങ്ങനെ മസിലൊന്നും പിടിച്ച് ജീവിക്കരുത്. അതുകൊണ്ട് എല്ലാവരെയും കാണുമ്പോൾ വന്ന വഴി മറക്കാതെ ജീവിക്കണം. വന്ന വഴി മറക്കരുത്. എല്ലാവരും പറഞ്ഞേ, വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. ഉറക്കപ്പറ. വളർത്തിയവരെ എന്ത് ചെയ്യരുത്? വളർത്തിയവരെ എന്ത് ചെയ്യരുത്? നമ്മളെന്തുമാത്രം പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം സ്വീകരിക്കുന്നവരാണ്. സ്വീകരിച്ച നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്. ഉറക്കെ പറഞ്ഞേ, എന്തോ ചെയ്യരുത്? മറക്കാത്തൊരു പെൺകുട്ടിയുടെ പേരെന്താ? അവിടെ ചിലപ്പോൾ ചിലത് ഓർത്തില്ലെന്ന് വരാം, അതൊക്കെ സത്യമാണ്, മാനുഷികമായിട്ടൊക്കെ സംഭവിക്കും. പക്ഷേ എന്നാലും ആവോളം വന്ന വഴി ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടിലൊക്കെ കിടന്ന് നമ്മളെ ദൈവം തമ്പുരാൻ ഇത്രയൊക്കെ അനുഗ്രഹിച്ച് മാറ്റുമ്പോൾ, ദൈവമേ വന്ന വഴി മറക്കാതെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. അത് ഓർമ്മയുണ്ടോ എന്നും വിനയപ്പെടും. ഓർമ്മയുണ്ടോ നെടുമ്പാട് വീഴും. ഓർമ്മയുണ്ടോ കണ്ണീരറ്റ് പോകത്തില്ല. മറന്നവന് കണ്ണീര് കാണത്തില്ല. ഓർമ്മയുള്ളവന് കരയാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. അവൻ ആരാധിക്കാൻ കാരണമുണ്ട്. കാരണം അവൻ ഓർക്കാൻ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ മുമ്പത്തെ പോലെ തന്നെ ആരെ അനുസരിച്ച് വന്നു? രാജാവിനെ അനുസരിച്ച് വന്നു. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. മൊർദെഖായിയുടെ പടിവാതിക്കൽ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർ രാജാവിനെ കൊല്ലാനായിട്ട് ചിന്തിക്കുന്നത്. അത് എസ്തേറിനെ അറിയിക്കുകയും രാജാവ് തിരക്കുകയും ആ വ്യക്തിയെ എന്ത് ചെയ്യുകയും ചെയ്തു? കൊല്ലുകയും ചെയ്തു. വ്യക്തികളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നത്. ഹാമാൻ എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ടായിരുന്നു. അയാൾ രാജ്യത്തിലെ ആരായിരുന്നു? രണ്ടാമനായിരുന്നു. ആരായിരുന്നു? രണ്ടാമൻ. ഈ ചക്രവർത്തിയുടെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന രണ്ടാമൻ ഹാമാൻ. ഹാമാന് ഒരു കാര്യം ആഗ്രഹിച്ചു, എല്ലാവരും തന്നെ ബഹുമാനിക്കണം, എല്ലാവരും തന്നെ കുമ്പിട്ട് നമസ്കരിക്കണം. പക്ഷേ ഒറ്റ ആൾ മാത്രം കുമ്പിട്ട് നമസ്കരിച്ചില്ല. ആരാ? മൊർദെഖായി. ഈ ഇവിടെ കാണുന്ന ഒരു ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ആദരവല്ല, അനാദരവല്ല അവിടെ കാണുക.
പിന്നെന്താണ്? ആരാധനയാണ്, കുമ്പിട്ട് നമസ്കരിക്കണം. പക്ഷേ ഏകസത്യ ദൈവത്തെ മാത്രം വിശ്വസിച്ചിരുന്ന മൊർദെഖായിക്ക് അത് ചെയ്യാൻ ഒക്കുമോ? ഇല്ല. അതുകൊണ്ട് അവൻ ആരാധിച്ചില്ല. ഇത് ആർക്ക് അനിഷ്ടമായി? ഹാമാൻ അനിഷ്ടമായി. ഹാമാൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇവരെ മുഴുവൻ കൊന്നേക്കാമെന്ന് വെച്ചു. ഈ സമൂഹത്തെ മുഴുവൻ കൊന്നേക്കാം. ഏതാ? യഹൂദൻ. 3-ാം അധ്യായം 7-ാം വാക്യം. അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ ആദാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാൻ്റെ മുമ്പിൽ വെച്ച് പൂരെന്ന ചീട്ടിട്ടു. എന്നിട്ട് ഡേറ്റ് കുറിച്ചു. ആ ഡേറ്റ് കുറിച്ചപ്പോൾ 12-ാം മാസം 13-ാം തീയതി ഒരു ഡേറ്റ് കിട്ടി. അതാണ് 3-ാം അധ്യായത്തിലുള്ളത്. 12-ാം മാസം 13-ാം തീയതി. എന്നിട്ട് തീരുമാനിച്ചതാ? ചീട്ടിട്ടു. എന്ത് ചീട്ടിൻ്റെ പേരെന്നാ? ആ ചീട്ടിട്ടിട്ട് തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഇത്രയും ദിവസം എടുത്തു. ഇത്രയും 1-ാം മാസം മുതൽ 12-ാം ഇവരെ കൊല്ലണ്ടേ? അതിനൊരു ആരാ ചീട്ടിടുക? നമ്മൾ പണ്ട് കേട്ടിട്ടില്ല, ഈ തത്ത ഈ ചീട്ട് കൊത്തത്തില്ല. തത്തയും ചീട്ടും ഒക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവിടുത്തെ വലിയ വലിയ മന്ത്രവാദികളൊക്കെ വന്ന് അവരത് ചിന്തിച്ച് ഡേറ്റ് ഇടുകയാണ്, കൊല്ലാനൊരു ദിവസം. ആ ദിവസം തിരഞ്ഞെടുത്തത് ഏത് ദിവസമാണ്? 13-ാം തീയതിയാണ്. 13-ാം തീയതി എന്നുള്ളത് ഞാനെടുത്ത് സംസാരിക്കുമ്പോൾ ന്യൂമറോളജിയിൽ പാണ്ഡിത്യമുള്ള പഠനമുള്ള എന്താണ് താൻ ഐച്ഛിക വിഷയമായത് എടുത്ത് പഠിച്ച ഒരാളിനെടുത്ത് പറഞ്ഞു, പക്ഷേ ഈ 13 എടുക്കാൻ കാര്യമുണ്ട്. നമ്പർ പട്ടികയിൽ ഏറ്റവും മോശപ്പെട്ട സംഖ്യയിൽ ഒന്നാണ് എന്ത്? 13. 7 നമ്പറിന് വേണ്ടി നമ്മൾ കാശ് കൊടുക്കും. 13-ാം നമ്പർ ആരെങ്കിലും ലേലം വിളിച്ച് മേടിക്കുമോ? ഇല്ല. 13-ാം നമ്പർ മോശപ്പെട്ട നമ്പറാണ്. അപ്പോൾ ഇവരെ കൺസെപ്റ്റിൽ ഏറ്റവും മോശപ്പെട്ട ഒരു തീയതിയാണ് ആരെ കൊല്ലാൻ തീരുമാനിച്ചത്? മൊർദെഖായിയെ. കണ്ടോ? ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം. ആ ദിവസത്തിൽ ആര് കൊടുത്തു? രാജാവിനെ അറിയിച്ചു. രാജാവ് എല്ലാ രാജ്യത്തും അറിയിച്ചു. പെട്ടെന്ന് പോട്ടെ, എല്ലായിടത്തും അറിയിച്ചു. ഇപ്പോൾ ആരെ കൊല്ലാൻ പോവാ? മൊർദെഖായിയെ കൊല്ലാൻ പോവാ. ഈ വിവരം അറിഞ്ഞപ്പോൾ മൊർദെഖായി മാത്രമല്ല, യഹൂദനെ മുഴുവൻ കൊല്ലാനാ. മൊർദെഖായി എസ്തറിന് നോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടായിരുന്നാൽ യഹൂദൻ എവിടെ നിന്നെങ്കിലും രക്ഷവരും, പക്ഷെ നീ നിൻ്റെ കുടുംബം എന്ത് ചെയ്തു പോകും? നശിച്ചു പോകും. അപ്പോൾ എസ്തർ പറഞ്ഞു, ഞാൻ വരുന്ന 3 ദിവസം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ ഞാനും എൻ്റെ തോഴികളും എന്ത് ചെയ്യാൻ പോവുക? ഉപവസിക്കാൻ പോവുക. എന്നിട്ട് ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും ആരെടുക്ക് ചെല്ലും? രാജാവിൻ്റെ അടുക്ക് ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ എസ്തേർ പോവുകയാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവർ, എസ്തേർ പോവുകയാണ്. അങ്ങനെ എസ്തേർ പോകാൻ തീരുമാനിച്ച് ഉപവാസം വെച്ചു. ഉപവാസം വെച്ചപ്പോൾ ഇവർ വളരെ ഗൗരവമായിട്ട് ആ തീരുമാനം എടുത്തിട്ട് ഈ തീരുമാനം എല്ലായിടത്തും അറിയിച്ചു. 127 സംസ്ഥാനങ്ങൾ അറിയിക്കണ്ടേ? ചെതറിക്കിടക്കുന്ന യഹൂദനെ കൊല്ലണ്ടേ? ആ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനത്തിൻ്റെ പകർപ്പ് എല്ലായിടത്തും അറിയിച്ചു. അത് ദൂതന്മാർ വശം കൊടുത്ത് എല്ലായിടത്തും അറിയിച്ചു കഴിഞ്ഞ ശേഷം ഇവരത് എസ്തേർ ഉപവസിച്ചു കഴിഞ്ഞപ്പോഴാണ് എസ്തേർ എങ്ങോട്ട് പോയി? പക്ഷെ രാജാവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ എന്തോ കാണിക്കണം? ചെങ്കോല് കാണിക്കണം. എന്നാലേ എങ്ങോട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെങ്കോല് കാണിച്ചെങ്കിൽ ആരെടുത്ത് പോകാനൊക്കത്തുള്ളൂ. ഇത് 24 മണി